Glory to God. Glory to God. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. പ്രിയരെ, ഇത് നിങ്ങളുടെ സഹോദരൻ ഷാജി ജോസഫ്, ക്രിസ്തുവിൻ ശരീരത്തിലെ ഒരു കൂട്ടവയവം. നിങ്ങളെ പോലെ തന്നെ അല്പകാലം മാത്രം ഈ ഭൂമിയിൽ ഒരു പരീക്ഷയ്ക്കായി, ഒരു ടെസ്റ്റിനായി അയക്കപ്പെട്ടത്. ജന്മദിനവാതിലിലൂടെ ആരംഭിച്ച് മരണദിനവാതിലിലൂടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടത്. ഇതിനിടയിൽ ഒരു മനുഷ്യൻ ഏറ്റവും ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമായ അവന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം. നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് എടുത്തു, നിങ്ങൾക്ക് അറിയത്തില്ല എന്തിനാണ് അവിടെ നിങ്ങളെ ആക്കി വെച്ചത്. നിങ്ങൾ അവിടെ ജയിക്കത്തില്ല, കാരണം നിങ്ങൾക്ക് അറിയത്തില്ല എന്തിനാണ് ആക്കി വെച്ചത്. ഒരുപക്ഷെ നിങ്ങളുടെ വെൽഡറായി അവിടെ നിങ്ങൾ ആക്കി വെച്ചു. നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ ആരും പറഞ്ഞു തരുന്നില്ല, നിന്നെ ആക്കിയത് ഒരു വെൽഡിങ് പരിപാടിക്കാണ്, ഇന്നതൊക്കെയാണ് നീ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും. അവർ ചെയ്യണം എന്താണ്, ഇവർ ചെയ്യണം എന്നാലൊക്കെ നോക്കി അത് കാണിച്ചു, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവസാനം നിങ്ങളെ ജോലി എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ എന്തിനാ. ഇന്ന് ഭൂമിയിലെ ജനത്തിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. അവർ ഈ ഭൂമി ജനിച്ചു 1-2 വയസ്സൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്നും അറിയുന്നില്ല. 3-4 വയസ്സൊക്കെ ആകുമ്പോൾ അവരുടെ അകത്ത് ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. ശരിക്കും നോക്കണേ എന്തിനു വേണ്ടി, എന്തിനാണ് ഞാനെന്നാ നോക്കണേ. അപ്പൊ നോക്കുമ്പോ വേറൊരുത്തർ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടു, വേറൊരു വ്യക്തി എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടു, ഉടനെ അത് ചെയ്യുക. താൻ എന്തിനാണെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളില് ദൈവരാജ്യത്തിന്റെ സുവിശേഷം, യേശു ക്രിസ്തു വന്ന് ഈ ഭൂമിയിൽ പറഞ്ഞ ആ സുവിശേഷമാണ് നമുക്ക് ഒരു മനുഷ്യന്റെ കണ്ണു തുറന്നത്. അതാണ് ഒരു മനുഷ്യന് വെളിച്ചം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ സുവിശേഷത്തെ കുറിച്ച് പറയുന്നത്. ഇതാ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചവുമായി വന്നു. ആ വെളിച്ചം നമുക്ക് തന്നു. എന്നിട്ട് യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിലുള്ളപ്പോൾ ലോകത്തിന്റെ വെളിച്ചം, ഞാൻ പോവാ, എന്നെ അനുഗമിക്കുക. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി, ജീവന്റെ വെളിച്ചമായി. അപ്പോ യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ സ്വർഗീയ പിതാവ് കൊടുത്ത സന്ദേശം മാനവരാശിയെ പ്രകാശിപ്പിച്ചു. ആ സന്ദേശം ഇന്ന് നമ്മളും പറയുന്നുവെങ്കിൽ നമ്മളും ഈ ലോകത്തിന്റെ പ്രകാശം. ഹല്ലേലൂയ. ഇതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ ഒന്നും ഒരു സന്ദേശമല്ല. പകരം സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടികൾക്ക് അയക്കുന്ന സ്നേഹ സന്ദേശമാണ് ദൈവരാജ്യ സുവിശേഷം. എന്നാൽ മാനവ ചരിത്രം ആരംഭിച്ച അന്ന് മുതൽ ദുഷ്ടനായ പിശാച് ദൈവം മനുഷ്യർക്ക് അയക്കുന്ന സന്ദേശം തടയുവാൻ വേണ്ടി ശ്രമിച്ചു എന്ന് മാത്രമല്ല, അവനതിൽ വിജയിച്ചു, ഇന്നും വിജയിച്ചു നിൽക്കുന്നു. എന്നാൽ ഇതിന്റെ നടുവിൽ അവനെ ജയിക്കുന്നവരുണ്ടോ എന്നാണ് സമുദ്രം നോക്കുന്നത്. അവർ പിശാചിനെ ജയിച്ചു. യേശുവിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യ വചനത, അതിനർത്ഥം സാക്ഷ്യ ജീവിതത്താലും അവർ പിശാചിനെ ജയിച്ചു. പിശാചിനെ ജയിച്ച് നമുക്കറിയാം എങ്കിലേ അടുത്ത ഫേസിൽ നമുക്ക് പെർമിഷൻ, PR, പെർമനന്റ് റെസിഡന്റ്, ആ പൊസിഷൻ സ്വർഗത്തിലെ ദൈവം തരികയുള്ളൂ. ജയിച്ചുക. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ജയിച്ച് കയറാൻ ഉള്ള ചിന്തകളാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. ലോകം കേൾക്കാത്ത ചിന്തകളും കാര്യങ്ങളും അനുദിനം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നത്. കാരണം ഈ ലോ ഓഫ് ദ സ്പിരിറ്റിലൂടെ നമ്മൾ ഒരുവൾ പോയി കഴിയുമ്പോൾ ആ വ്യക്തി ലോകത്ത് തന്നെ ഒരു അനുഗ്രഹമാണ്. കാരണം ദൈവം ആ വ്യക്തിയിലൂടെ ജീവിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ക്രിസ്തുവിലൂടെ ഒരു കണക്ഷൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിൻ തലയായ ദൈവം നമ്മളിലൂടെ ജീവിക്കും. അങ്ങനെ ദൈവം നമ്മളുടെ വെളിപ്പെടും.
ക്രിസ്തുവിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന് വചനം പറയുന്നു, ദൈവം ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു, ക്രിസ്തുവിലൂടെ പ്രവർത്തിച്ചു. ഇതാണ് യേശു പറയുന്നത്, പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കും. ഇത് നമ്മളിൽ നടക്കണമെങ്കിൽ ക്രിസ്തു നമ്മളിൽ വസിക്കണം. അങ്ങനെ ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളിലൂടെ വെളിപ്പെടും. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഇനി ഞാനല്ല, അതിന്റെ അർത്ഥം ഇനി ഞാനില്ല, ക്രിസ്തു എന്നിലൂടെ ജീവിക്കും. ക്രിസ്തു വെളിപ്പെടുകയാണ്. ഇത് നമ്മളിലൂടെ സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ നാം ആയിരിക്കുന്ന നിയമമാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമം. അപ്പൊ ആത്മാവിന്റെ നിയമത്തിലേക്ക് ഒരുവൻ വരുമ്പോൾ ആ വ്യക്തി റൈറ്റ് ഡയറക്ഷനിൽ, ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ. ഇന്ന് റിവേഴ്സ് ഡയറക്ഷനാണ്. ഒരു വിശ്വാസി ആയാൽ പോലും അവൻ അല്ലെങ്കിൽ അവൾ റിവേഴ്സ് ഡയറക്ഷനിലാണ്. എന്നാൽ ദൈവം നമ്മളെ നിത്യ റിവേഴ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഫോർവേഡിലാക്കാൻ ആഗ്രഹിക്കുക, റൈറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുക. ഇതൊക്കെ മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. ഓ ഫാദർ, വി താങ്ക് യു. ഓ ഫാദർ, എന്താണ് റിവേഴ്സ് ഫോർവേഡ് കൂടി എന്നോട് പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ റൈറ്റ് ഡയറക്ഷൻ ആക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാമോ? പിശാച് ആഗ്രഹിക്കുന്നില്ല. എന്തോരം ആളുകൾ അവരുടെ മതം പ്രസംഗിക്കുന്നതല്ലേ, മതം പ്രസംഗിക്കുന്നത്. ആ മതം പ്രസംഗിക്കുമ്പോൾ ആ മതക്കാരൊക്കെ അവർക്ക് അനുകൂലം. ഹിന്ദു മതം പ്രസംഗിക്കുക അവർക്ക് അനുകൂലം, ക്രിസ്തു മതം മുസ്ലിം മതം പ്രസംഗിക്കുന്നവന് അവരെ അനുകൂലമാണ്. എന്നാൽ ദൈവരാജ്യം പ്രസംഗിക്കുന്ന വ്യക്തികൾക്ക് പ്രതികൂലമായി ആദ്യം മാറുന്നത് ദൈവജനം എന്നറിയപ്പെടുന്നു. കാരണം അവരാണ് കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത് എന്ന് അവകാശപ്പെടുന്നു. ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു ഭൂമിയിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ യേശുവിനെ എതിർത്തത് ബുദ്ധമതക്കാരാണോ, ഹിന്ദു മതക്കാരാണോ? യേശുവിനെ എതിർത്തത് സ്വന്തം ജനമാണ്. അവന് സ്വന്തത്തിലേക്ക് പോകുന്നു, സ്വന്തമായവരോ അവനെ കൈകൊള്ളില്ല, തള്ളി. എന്താണ് കാര്യം? ഈ സന്ദേശം ഈ പ്ലാന്റിൽ കേൾക്കരുത്, ഈ സന്ദേശം ഈ പ്ലാന്റ് കേൾക്കരുത്. യേശുവിനെ കുറിച്ച് പറഞ്ഞ സന്ദേശം അവർ പറഞ്ഞത്, ഇവൻ ജനത്തെ ചതിക്കുന്നു, ഇവൻ ജനത്തെ ചതിക്കുന്നു. ഗവൺമെന്റിനോട് പോയി പറഞ്ഞത്, ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവൻ 3-ാം ദിവസം ഉയർത്തും, അവരുടെ കല്ലറ ഭദ്രമാണ്. ആരാ? ഏറെ ജാതിയുമല്ല, തന്റെ സ്വന്തക്കാരൻ. അപ്പൊ ശ്രദ്ധിച്ചോ കുഞ്ഞെ, നീ പോയി നിന്റെ മതം പ്രസംഗിക്ക്, നിന്റെ മതക്കാരൻ മുഴുവൻ നിന്റെ കൂടെ ഉണ്ട്. പക്ഷെ നീ അവരുടെ മുമ്പിൽ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക, യേശു പ്രസംഗിച്ച അതേ സംഭവം അവര് നിന്നെ പുറത്താക്കി. അവർ പുറത്താക്കാൻ ചെയ്യുന്നത് നീ ചതിയനാന്ന് പറയും. യേശു ചതിയനെന്ന് പറഞ്ഞതുപോ നിന്റെ സാക്ഷ്യം അവർ നഷ്ടപ്പെടും. എന്തിനാണെന്നറിയാമോ? നിന്നെ അടച്ചു കളയും. ആരെ അടച്ചു കളഞ്ഞു? ആദ്യം തന്നെ ദൈവത്തെ, സ്വകീയ പിതാവിൽ ആദത്തിനും ഹൗവയ്ക്കും അടച്ചു കളഞ്ഞതും നിന്റെ നിത്യമായ നന്മ ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ അടച്ച്. എങ്ങനെ? കള്ളസാക്ഷ്യത്തിലും സാക്ഷ്യം നഷ്ടപ്പെടും.
അങ്ങനെ വരുമ്പോ പിന്നെ നിങ്ങൾ ഫോർവേഡ് ഡയറക്ഷനിൽ പോകില്ല, ഇന്ന് റിവേഴ്സ് ആയിരിക്കും, മരണമായി. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ആദ്യമായി സാക്ഷ്യം നഷ്ടപ്പെട്ട വ്യക്തിയാണ്? ബിജു പൗലോസ്. ഞാനല്ല, എന്റെ സാക്ഷി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സാക്ഷ്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവനെ കുറിച്ചുള്ള നല്ല അഭിപ്രായം മറ്റവന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുക, അതുവഴി അവനുമായി ഡിസ്കണക്ട് ചെയ്യുക. അതാണ് സാക്ഷ്യം നഷ്ടപ്പെടുത്താൻ. സാക്ഷ്യം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കണക്ഷൻ ഇല്ല, കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും. അതോട് ചിന്തിച്ചു നോക്കി. ഇല്ല, മാനവരാശി ഇപ്പോഴും അനുഭവിക്കുന്ന വിഷയം അത് തന്നെയാണ്. ആദ്യമായിട്ട് സാക്ഷ്യം നഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ശിഷ്യന്മാർ ആരുമല്ല, ഗുരുവായ യേശുവിന്റെ സാക്ഷ്യപ്പെട്ടു. ആദ്യമായിട്ട് സാക്ഷ്യം നഷ്ടപ്പെട്ട വ്യക്തി, മനുഷ്യ ഹൃദയത്തിൽ സാക്ഷ്യം നഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാക്ഷ്യമാണ്, സ്വർഗീയ പിതാവിന്റെ സാക്ഷ്യമാണ് നഷ്ടപ്പെട്ടത്. സ്വർഗീയ പിതാവിന്റെ സാക്ഷ്യമാണ് നഷ്ടപ്പെട്ടു പോയത്. നഷ്ടപ്പെടുത്തിയത് പിശാച, നഷ്ടപ്പെട്ടത് ഹവ്വയുടെ ഹൃദയത്തിലാണ്, ആദത്തിന്റെ ഹൃദയത്തിൽ. ആദ്യത്തിൽ അതേ തുടർന്ന് മാനവരാശിയെ അവരുടെ സോഴ്സിൽ നിന്ന് പിശാചി കട്ട് ചെയ്തു. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളണം, നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവം. റിസോഴ്സുകൾ പലതും, സോഴ്സ് ഒന്നേ ഉള്ളൂ. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഒക്കെ ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന്. ആ ഗോഡ് ഹെഡിൽ തന്നെ രണ്ട് റിസോഴ്സുകളും, പുത്രനും പരിശുദ്ധാത്മാവും. പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മാവിനാണ്. ഇതാണ് നമ്മൾ കൈ സന്ദർശിക്കേണ്ടത്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന മൂവരും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഫാദർ, ദി വേർഡ് ആൻഡ് ദി ഹോളി സ്പിരിറ്റ്. നമ്മുടെ കീ വാക്യം 1 യോഹന്നാൻ 5:7-8 ഭാഗം നമ്മൾ വായിച്ചു. പ്രകൃതി എങ്ങനെയാണ് സാക്ഷി നഷ്ടപ്പെടുത്തുന്നത്? ദൈവം ഭൂമിയെ റീക്രിയേറ്റ് ചെയ്തു. ഭൂമി നേരത്തെ ഉള്ളതാണ്. ഭൂമിയെ റീക്രിയേറ്റ് ചെയ്തു, പുനർസൃഷ്ടിച്ചു. എല്ലാ സജ്ജീകരണവും ഒരുക്കി. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ സൂര്യനെയും ചന്ദ്രനെയും താരഗണങ്ങളെയും എല്ലാം സൃഷ്ടിച്ചു. ജീവജാലങ്ങളെയൊക്കെ ദൈവം ഒരുക്കി. 6-ാം ദിവസം അവസാനമായപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചായി, ന്യൂ സ്പീഷീസ്. മനുഷ്യൻ നോക്കിയപ്പോൾ തനിക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി ഒരുക്കി വെച്ചിരിക്കുകയാണ് തങ്ങളുടെ സൃഷ്ടാവ്. എന്ത് നല്ല അഭിപ്രായം ആ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിൽ, അല്ലെ? നല്ല അഭിപ്രായമാണ് സൃഷ്ടാവിനെ കുറിച്ചും മനുഷ്യന്റെ മനസ്സ്. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരിക്കും. നല്ല നല്ല പഴങ്ങൾ, താമസിക്കാൻ ഏതെന്ന തോട്ടം, കുടിക്കുവാൻ എല്ലാ വെള്ളം, എല്ലാം സമൃദ്ധമായി. ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, ദൈവം കൽപ്പിച്ച പ്രവൃത്തി മാത്രം. തോട്ടം കാക്കുക, തോട്ടത്തിന് വേല ചെയ്യുക. എത്ര നല്ല ദൈവം! കണ്ടോ, സാക്ഷി നിൽക്കുന്നതുണ്ടോ?
സാക്ഷ്യം നിൽക്കുന്നതുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം മനുഷ്യന്റെ മനസ്സ്. അത് നന്നായിരിക്കുന്നിടത്തോളം കാലം ബന്ധവും നന്നായിരിക്കും. ഇനി ആ ബന്ധം മുറിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം ഈ മനുഷ്യന്റെ മനസ്സിൽ കട്ട് ചെയ്താൽ, ദൈവത്തെ സാക്ഷ്യമില്ലാത്തവനാക്കിയ അതോടുകൂടെ ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നാണ് ഹൃദയം കൊണ്ടാകും. അതോടുകൂടെ മനുഷ്യൻ തന്റെ സ്വയത്തിലേക്ക് വരും. സ്വയത്തിലേക്ക് വന്നാൽ സ്വയമാണ് പാപം വിളയുന്ന വയൽ. അവിടെ വെച്ച് മനുഷ്യന് പിടികൂടും പിശാച്. വാച്ച് ദോസ് വേർഡ്സ്. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. ഹല്ലേലൂയ. എങ്ങനെയാണ് സാക്ഷി നഷ്ടപ്പെടുത്തിയത്? നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും അകത്തത് തെളിഞ്ഞ. ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്ന രൂപത്തിലാണ് പിശാച് ഹവ്വയുടെ അടുക്കൽ വന്നത്. ഒരു സംശയം എന്നത് വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? വൃക്ഷങ്ങളുടെ ഫലം തിന്നരുതെന്ന് ഹവ്വ അമ്മച്ചി ബോഡി ടീച്ച് ചെയ്യാൻ പോയി. ബോഡി ടീച്ച് ചെയ്യാനായിട്ട് പോയി. തിന്നരുതെന്ന് മാത്രമല്ല, തുടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ബോഡി പഠിപ്പിക്കാൻ പോയത്. അവിടെ വെച്ച് പിശാച് തന്ത്രപൂർവ്വം, ഇതിന് വചനം പറയുന്നു, സർപ്പം ഉപായത്തിൽ ചതിച്ചു. ഹവ്വയോട് പറഞ്ഞത്, ഇത് കഴിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം. സത്യമായിട്ട് നിങ്ങൾ മരിക്കത്തില്ല. മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാ, നിങ്ങൾക്കൊരു നന്മ വരും. നിങ്ങൾക്കൊരു നന്മ വരും. ഇന്നൊരു വെൽഡറായ കുഞ്ഞെ, നീ അവിടുത്തെ മാനേജറാകും എന്ന് അയാൾ അറിയുന്നത് കൊണ്ടാണ് അയാൾ പറഞ്ഞത് ഇത് ചെയ്യരുത്. ഉടനെ നിന്റെ ഹൃദയത്തിൽ എന്നാ വെളിപ്പെടും? അമ്പടാ, അപ്പൊ എനിക്ക് നന്മ വരുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ല അല്ലേ? ഇയാളെ ആള് കൊള്ളാല. ഞാൻ എന്നും എന്നൊരു വെൽഡറായിട്ട് തന്നെ തുടരണോ? ഞാനങ്ങ് മാനേജറായ എന്താ കുഴപ്പം? അയാളെ പോലെ ആവും വിചാരിച്ചിട്ടാണല്ലേ? നീ ദൈവത്തെ പോലെ ആവുമെന്ന് ദൈവം അറിയുന്നു, അതുകൊണ്ടാ തിന്നരുന്നു. ആഹാ, ദൈവം ആള് കൊള്ളാലോ എന്ന ചിന്ത ഹൃദയത്തിൽ ഉദിച്ചു. ഉടനെ ഹവ്വയുടെ ഉള്ളിൽ ദൈവത്തോടുള്ള സാക്ഷ്യം നഷ്ടപ്പെട്ടു. ആദ്യം സാക്ഷ്യം നഷ്ടപ്പെട്ട വ്യക്തിയുടെ പേരാണ് ദൈവം. ഏത് ദൈവം? യേശുക്രിസ്തു പറഞ്ഞ ഏക സത്യ ദൈവമായ സ്വർഗീയ പിതാവ്. സാക്ഷ്യം നഷ്ടപ്പെട്ടു. അതേ തുടർന്നാണ് ഈ സകല ഡിസാസ്റ്റേഴ്സും വന്നത്. പാപം കയറിയത്, മനുഷ്യൻ സ്വയത്തിലേക്ക് പോയത്, പാപം കയറിയത്, മരണം കയറിയത്, മനുഷ്യൻ റിവേഴ്സ് ഓർഡറിലേക്ക് ആയി പോകേണ്ട അവസ്ഥയിലേക്ക്. ഹല്ലേലൂയ. അപ്പോ എപ്പോഴും മനസ്സിലാക്കി പോവുക, ആദ്യം സാക്ഷ്യം നഷ്ടപ്പെട്ട വ്യക്തിയുടെ പേരാണ് സ്വർഗസ്ഥനായ പിതാവ്. ആദ്യമായി സാക്ഷ്യം നഷ്ടപ്പെട്ട, ഹൃദയത്തിൽ
ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം നഷ്ടപ്പെട്ട വ്യക്തിയുടെ പേരാണ് ഹൗവ. തുടർന്ന് തനിക്ക് സംഭവിച്ചതെല്ലാം ഹൗവ ലോകത്തിന് സംഭാവന ചെയ്തു, ആദത്തിന് കൊടുത്തു. അതോടുകൂടെ അത് സകല ലോകത്തിലേക്ക് പരന്നു. അപ്പൊ ഈ ഒരു സന്ദേശം പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ കേട്ടു, ഏതാനും പേരെ കേട്ടു. ബാക്കിയുള്ളവരൊന്നും കേൾക്കാനായിട്ട് അവർക്ക് കഴിയത്തില്ല. കാരണം അവരുടെ ഹൃദയത്തിലും ഇന്ന് ദൈവത്തിന്റെ മുഖാന്തരങ്ങളുടെ സാക്ഷ്യം പിശാച് ഇന്നും കട്ടിക്കൊണ്ടിരിക്കുകയാണ്. യേശു വന്നു, യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം വന്ന് കട്ടിയുന്നു. അവൻ ചതിയൻ എന്ന് പറഞ്ഞു. ഇന്നും ദൈവരാജ്യം ആര് പ്രസംഗിച്ചാലും അവരെ കുറിച്ചുള്ള സാക്ഷ്യം പിശാച് കട്ടിയും. പക്ഷെ ഇവിടെയൊക്കെ നിങ്ങൾ ജയിച്ചാൽ നന്മ അവനവൻ. അന്ന് ഹൗവ ജയിച്ചിരുന്നെങ്കിൽ പിശാചേ, നീ പറഞ്ഞില്ലേ ദൈവത്തെ പോലെ ആവുന്നു, ഞങ്ങൾക്ക് ദൈവത്തെ പോലെ ആണ്, ഞങ്ങൾക്ക് ദൈവത്തെ പോലെ ആണ്. ദൈവം വെച്ച അവസ്ഥ ഏതാണ്, ആ അവസ്ഥയിൽ ഞങ്ങൾക്കായ എന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ തല അത് അദ്ദേഹത്തോട് ചോദിച്ചാട്ടെ എന്ന് പറഞ്ഞ് അന്ന് ജയിച്ചിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാകത്തില്ല. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങൾ ജയിക്കുക. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എന്നെ കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് വരുന്ന റിസോഴ്സ്, അതായത് സോഴ്സ് ദൈവമാണ്. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ എന്നിലൂടെ നിങ്ങൾക്ക് തരുന്ന വചനം നഷ്ടപ്പെടണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, എന്നെ കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെടുത്തിയാൽ പിശാചി ചോദിച്ചു പെട്ടെന്ന് നിങ്ങളെ കൊണ്ടുപോകും. പക്ഷെ നിങ്ങളോടും ലോകത്തിൽ എന്നെ കേൾക്കുന്ന ഏവരോടും എല്ലാ ദൈവദാസന്മാരോടും ഒക്കെ ചേർന്ന് പറയുക, എന്റെ വീട്ടിലും ചുറ്റും എപ്പോഴും ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം, എന്റെ ജീവിതത്തിലെ കുറവുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. വചനത്തിൽ നിങ്ങൾക്കും ഈ ചിന്ത ഫോളോ ചെയ്യാം, മറ്റുള്ളവരോട് പറയാം. പക്ഷെ അതിനൊരു പ്രാഗൽഭ്യം ഉണ്ടാകണം. കുറവുകളുണ്ടെങ്കിൽ വചനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ അത് എന്നെ കറക്റ്റ് ചെയ്യാൻ കൂടുതൽ സഹായിക്കും. പകരം വചനം കേട്ടപ്പോ പിൻവാതിൽ വഴി ഓടെ, അത് കള്ളത്തരം. പകരം ബൈബിളിലോ ഈ വചനങ്ങളിലൂടെ പരസ്പരം പ്രബോധിപ്പിക്കും. ഈ പുസ്തകത്തിലെ ഒരു വചനവും തെറ്റല്ല, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ഒഴിച്ചാൽ. ബൈബിൾ എന്റെ വിശ്വാസത്തിന്റെ ചിന്തകളുടെ അടിസ്ഥാനം. ഇതിലൂടെയാണ് കാര്യങ്ങൾ ഉറപ്പിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും സംഭവിച്ചത് ഇന്നും മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ശ്രദ്ധയോടുകൂടിയായി പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും ഈ കുഴികളിലൊക്കെ പോയി വീഴും. കുഴികളിലൊന്നും വീഴാതെ അവസാനത്തോളം പിടിച്ചു നിൽക്കാൻ, ജയിക്കാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. എപ്പോഴും ചുറ്റുമുള്ളവർക്കൊക്കെ അവസരം കൊടുക്കാൻ, ബൈബിൾ പ്രകാരം അല്ലാതെ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എന്നെ തിരുത്ത് നിങ്ങൾ എന്ന് പറഞ്ഞ് അവർക്ക് അവസരം കൊടുക്കാൻ. അങ്ങനെ പറയുന്ന ഏതെങ്കിലും ദേവദാസന്മാരുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. ദൈവമക്കളുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാ ദേവദാസന്മാരെയും ഞാൻ എൻകറേജ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സഭാ സമൂഹത്തിന്റെ മുമ്പാകെ ഇതേപോലെ പറയണം. നിങ്ങൾക്ക് ഒരുപക്ഷെ കഴിയത്തില്ല, അത് പറഞ്ഞാൽ അന്ന് മുതൽ ഒരുപക്ഷെ നിങ്ങളുടെ വിഷയമായിരിക്കും. കാരണം ഇത് പ്രകാരം നേരെ ചൊവ്വേ നടന്നില്ല എങ്കിൽ ആ സഭയിൽ ചില യേശുവിനെ പോലെയും പൗലോസിനെ പോലെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു തലവേദനയായി മാറും. കാരണം ഈ വചനപ്രകാരം ജീവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കുവാനുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മരണനാളിൽ തുടർന്നുള്ള ദിവസം, ന്യായ ദിവസം നമുക്ക് ദുഃഖിക്കേണ്ടി വരും. കാരണം ഈ ഭൂമിയിലെ ജീവിതം അല്പമേ ഉള്ളൂ. ഇവിടെ നാം വന്നപ്പോൾ ഒരു മതക്കാരനും ആയിരുന്നില്ല.
കഴിഞ്ഞ ദിവസം വേറൊരു ജാതിക്കാരനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുവാനായിട്ട് ഇടയായി. വേറെ രാജ്യക്കാരനാണ്, വേറെ ജാതിക്കാരനാണ്. എന്നാൽ ഞാൻ കണ്ടിട്ടുള്ള, ക്രിസ്തു രക്ഷകനായി സ്വീകരിച്ച് എന്റെ കൂടെ എന്നെ ചുറ്റും കണ്ടിട്ടുള്ള നല്ല സഹോദരങ്ങളിൽ വളരെ കുറച്ചുപേരെ നല്ലവരെ കണ്ടിട്ടുള്ളൂ. നല്ല ജീവിതം നന്നായിട്ടിരിക്കും, സാക്ഷ്യമുള്ള ജീവിതം, നല്ല സഹോദരങ്ങളിൽ ഒരുവനെ പോലെ, ഒരുപക്ഷെ അതിനേക്കാൾ ഒരല്പം ബെറ്റർ വിശ്വസ്തനായി ആ വ്യക്തിയെ മറ്റു മതക്കാരനെ, വേറെ രാജ്യക്കാരനെ കാണാൻ. അപ്പൊ അദ്ദേഹത്തെയാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, പോകുന്ന വഴി ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ആരും ഹിന്ദു മതക്കാരനോ ഇസ്ലാം മതക്കാരനോ ബുദ്ധ മതക്കാരനോ ക്രിസ്തു മതക്കാരനോ ആയിട്ടൊന്നും അല്ല ജനിക്കണേ. പിന്നെ ഏത് മതത്തിലാണോ, ഹിന്ദുവിന്റെ വീട്ടിൽ ഒരു വെച്ച് ജനിച്ചാൽ ചുറ്റുമുള്ളവർ അവനെ ഹിന്ദു ആക്കി വളർത്തിയത്. ഒരു മുസ്ലിമിന്റെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ അവനൊരു മതക്കാരനും അല്ല, അവനെ ചുറ്റുമുള്ളവർ മുസ്ലിം ആക്കി വളർത്തും. ഒരു ക്രിസ്തീയ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ ചുറ്റുമുള്ളത് അവനെ ക്രിസ്ത്യാനിയാക്കി വളർത്തും, മതക്കാരനാക്കി വളർത്തും. അവന് ചുറ്റുമുള്ളവരാണ് അത് ചെയ്തത്. നീ മരിച്ചു ഇവിടുന്ന് പോകുമ്പോ ആ ശവപ്പെട്ടിയിൽ കിടക്കുന്ന വ്യക്തി, ആ മരിച്ചു കിടക്കുന്ന വ്യക്തി ഈ മതക്കാരനൊന്നുമല്ല. മോനെ, നിന്നെ സൃഷ്ടിച്ചൊരു ദൈവം, നിനക്കൊരപ്പൻ, നിന്റെ നന്മ ആഗ്രഹിക്കുന്ന അപ്പൻ. ആ അപ്പന്റെ മുമ്പാകെ ജീവിക്കുക എന്ന് പറയുന്ന സുവിശേഷത്തിന്റെ ആദ്യ ഡോസ് ആ വണ്ടിയിൽ വെച്ച് കൊടുത്തു. മക്കളെ, സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ കാണുന്ന ഒരു മതക്കാരനുമാണ്, പകരം സ്നേഹനിധിയായ ഒരു പിതാവ്. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം, ആ പിതാവിനെ വെളിപ്പെടുത്താനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്. ആ ദൈവത്തെ വെളിപ്പെടുത്താനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്. ദൈവത്തെ ആരും ഒരു നാളിൽ കണ്ടിട്ടില്ല, പക്ഷെ തന്റെ മാറിലിരിക്കുന്ന പുത്രൻ ആ പിതാവിനെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ഭൗതിക ആരോഗ്യം നന്നായിരിക്കും. ഹോട്ടലിലെ വളിച്ചതും പൊളിച്ചതും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭൗതിക ആരോഗ്യം ചീത്തയാവും, വയർ അപ്സെറ്റ് ആവും. ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും നല്ല ആഹാരം കഴിക്കുക. കഴിയുന്ന ഫ്രഷ് കിട്ടുന്ന സ്ഥലം ഉണ്ടോ എന്ന് അന്വേഷിക്കുക, അത് കഴിക്കാൻ നോക്കുക. ആത്മീയ ആരോഗ്യം നന്നായിരിക്കും. ഹല്ലേലൂയ. നല്ല ആത്മീയ ആരോഗ്യം വേണ്ടേ? ഫ്രഷ് കഴിക്കുക. അതാ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം, ദോശ ഇഡ്ഡലി ചപ്പാത്തി ചട്നി കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നർത്ഥത്തിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. നമ്മളിനി ആഴത്തിൽ ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന 3 പേരുടെ ആ മണ്ഡലത്തിൽ ആഴത്തിലേക്കാണ് നമുക്ക് നമ്മുടെ കീ വാക്യം വായിക്കാം. ദൈവം സഹായിക്കട്ടെ. Father, I thank you, I give you glory. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. ആരാടുത്തിരിക്കുന്നത് അവർക്ക് വായിക്കാം. Glory. Hallelujah. Hallelujah. For there are 3 that bear record in heaven, the Father, the Word, and the Holy Ghost. And these 3 are one. And there are 3 that bear witness in earth, the Spirit, the water, and the blood. And these 3 agree in one. Hallelujah. അവിടുത്തെ പ്രതിഫലം എനിക്ക് തന്നെ. Father, we thank you. Glory. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ
നാം മനസ്സിലാക്കി ഇത് 5:7, 1 യോഹന്നാൻ 5:7 മലയാളം ബൈബിൾ അത് പൂർണ്ണത കാണുന്നില്ല. നമ്മൾ വായിച്ചത് കിങ് ജെയിംസ് വെർഷനിൽ നിന്നാണ്. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ, സാക്ഷ്യം പറയുന്നവർ മൂവർ ഉണ്ട്, ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. സതിജാതെ അവിടെ കിങ് ജെയിംസ് വെർഷൻ വായിക്കുമ്പോ അതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എക്സ്പാൻഷൻ കാണുന്നുണ്ട്. 1 John 5:7 നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. For there are 3 that bear record in heaven. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്. ദി ഫാദർ, പിതാവ്, ദി വേർഡ്, വചനം, ആൻഡ് ദി ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മ. ആൻഡ് ദീസ് 3 are one. ഇവർ മൂവരും ഒന്നത്ര. ഇനി താഴേക്ക്. And there are 3 that bear witness in the earth. The spirit, ആത്മാവ്, the water, ജലം, and the blood, രക്തം. And these 3 agree in one. ഇത് മൂന്നും, അതായത് മലയാളത്തില് ഇത് മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അത് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ പറഞ്ഞിരിക്കുന്ന ഗോഡ് ഹെഡിനെ കുറിച്ചാണ്. ഗോഡ് ഹെഡ് 3 വ്യക്തിത്വങ്ങൾ, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അവ മൂന്നും ചേർന്ന് ഒന്നത്രേ. അതായത് മനുഷ്യൻ ആത്മാവ്, ദേഹി, ദേഹം ആയിരിക്കും. അവർ ഒന്നാണ്. ആ ആത്മാവിന്റെ ചിന്തയും ദേഹിയുടെ ചിന്തയും ശരീരത്തിന്റെ ചിന്തയും ഒന്നായിരിക്കണം. ദേ എഗ്രി ഇൻ വൺ. ഒരേ വില്ല, എല്ലാത്തിനും ഒരേ വില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് തെറ്റിപ്പോയി. ഇന്ന് ആത്മാവിന്റെ ചിന്തയല്ല ദേഹിയുടെ ചിന്ത. എന്നാൽ ദേഹിയുടെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി ശരീരം ചിന്തിച്ചിട്ട് ശരീരം അത് ദേഹിയെ കൊണ്ട് അനുസരിച്ചിട്ട് മൊത്തം വികലമായി, മനുഷ്യൻ വികലമായി. ദൈവത്തിന്റെ സാദൃശ്യം മനുഷ്യനിൽ നിന്ന് അന്യപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ വരുമ്പോൾ ആത്മാവിന്റെ ചിന്തയായിരിക്കും ദേഹിയുടെ ചിന്ത, ദേഹിയുടെ ചിന്തയായിരിക്കും ശരീരത്തിന്റെ ചിന്ത. ഇത് തന്നെയാണ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫാദറിന്റെ ചിന്ത തന്നെയാണ് സൺ, ദി വേർഡിന്റെ ചിന്ത. ഇനി വേർഡിന്റെ ചിന്ത തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ ചിന്ത. ഇത് മൂന്നും വികലമല്ല, ഇത് ഒന്നാണ്. പക്ഷെ മനുഷ്യൻ പറഞ്ഞ മൂന്നും മൂന്നാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിലേക്ക് നമ്മൾ വന്ന് അതിൽ നമ്മൾ എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോൾ, അതിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ, ഇച്ചിരി എക്സർസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം, എങ്കിലും അവിടെ എത്തത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. വായിച്ചിട്ടില്ല? ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഹല്ലേലൂയ. അപ്പോ അതിലേക്ക് എത്തിച്ചേരണം. മൂന്നും കൂടി വില്ല് ഒന്നായി മാറണം. നമ്മുടെ ആത്മാവിന്റെയും ദേഹിയുടെയും ശരീരത്തിന്റെയും വില്ല് ഒന്നായി മാറണം. ഇതാണ് നമ്മൾ സ്പിരിച്വൽ എക്സർസൈസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? കൊലോസ്യ പുസ്തകങ്ങളിലൊക്കെ ഞങ്ങളുടെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക യാത്രേ ചെയ്യുന്നത്. ജഡം അനുസരിക്കുന്നില്ല. ചില സ്പിരിച്വൽ എക്സർസൈസുകളിലൂടെ അതിനെ അനുസരിപ്പിക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആദ്യമായിട്ട് ശുശ്രൂഷ അല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇതൊരു ആഴത്തിലുള്ള ദൈവിക സ്റ്റഡിയാ. ഇത് ഒരു മിൽക്കല്ല. ഇത് ആത്മീയമായി ഉന്നത സ്ഥാനങ്ങളിലേക്ക്, നിത്യമായ ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക്. നിങ്ങൾ എനിക്ക് ആത്മീയമായ ഉന്നത സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ വലിയ പാസ്റ്ററായിട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്നും അല്ല ഈ പറയണേ. അതൊക്കെ ഈ ഭൂമിയിലെ ദാസന്റെ വേലകൾ. അത് ദൈവം നമ്മൾ നിശ്ചയിച്ചാക്കിച്ചിരിക്കുന്ന പോലെ ചെയ്യുക. ഓക്കെ. ഈ പറയുന്നത് ഇവിടെ എത്ര വലുതായാലും നമുക്ക് ഒരു 20, 30, 40, 50, 60 ഏറിയാൽ 70 വർഷം, 80 വർഷം പറ്റുള്ളൂ. അതിനൊന്നും നമ്മൾ മരിച്ചു പോകും, മരണം കീഴടക്കൊണ്ട് പോകും. ഇത് അതിനെക്കുറിച്ചല്ല പറയുന്നത്. അത് കഴിഞ്ഞുള്ള നിത്യമായ ഒരിക്കലും അവസാനിക്കാത്ത നമ്മുടെ ജീവിതമുണ്ട്. ഏത് മനുഷ്യനുണ്ട്. അത് തീപ്പൊയ്കയിലായിരിക്കും കുറെ പേർക്ക്, കുറച്ചു പേർക്ക് ദൈവത്തോടുകൂടി ആയിരിക്കും. ആ ദൈവത്തോടു കൂടിയുള്ള നിത്യമായ ജീവിതത്തെ ശ്രേഷ്ഠ സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടുവാൻ വേണ്ടിയാണ് നിങ്ങളെ ഇവിടെ സഹായിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളിവിടെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്റെ കൂട്ടത്തിൽ ചേർക്കുന്നില്ല, ഒരു മതത്തിൽ ചേർക്കുന്നില്ല, ഒരു സംഘടനയെ ചേർക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാനും കൈമടക്കം മേടിക്കാനും വരുന്നില്ല. നിങ്ങളോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഒറ്റ കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ, ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ഹി ഈസ് അവർ റോൾ മോഡൽ. ആ യേശുവിന്റെ തലയോളം വളർന്ന് അസ്വർഗീയ പിതാവുമായി ഒന്നായി നിങ്ങളുടെ വീട്ടിലേക്ക് പോ.
എന്ന് പറയുന്ന സന്ദേശമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൻ കാത്തിരിക്കുന്നു, മോനെ മോളെ വീട്ടിലേക്ക് പോ. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ ഇടയിലാണ് ഈ മതക്കാര് കയറി ഉടക്കണ്ട. തെറ്റായി പഠിച്ചു അവർ ഈ പുസ്തകത്തെ. ഇന്ന് തെറ്റായി പഠിപ്പിക്കുന്നു. ഒരുവൻ ശരിയായി പഠിപ്പിക്കാൻ വന്നാൽ അവനെ ദുരുപദേശകനെന്ന് മുദ്ര കുത്തി ഓടിക്കുന്നു. ശരിയായി പഠിപ്പിക്കുന്നവർ വിളിച്ചു പറയുന്നു, കമോൺ ഫോർവേഡ് വിത്ത് ദ വേർഡ്സ്. വചനം കൊണ്ട് മുമ്പോട്ടേക്ക് പോവാ. എവിടെയാണ് തെറ്റ് പറഞ്ഞത്? പ്രൂവ് ഇറ്റ് ബിഫോർ ദ പബ്ലിക്. ഐ വിൽ കറക്റ്റ് മൈസെൽഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗോഡ്. ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ കറക്റ്റ് ചെയ്യാം. വചനം പറ. പബ്ലിക്കിന്റെ മുമ്പാകെ ധൈര്യം ഉണ്ടോ? നിങ്ങളുടെ വിശ്വാസികളുടെ മുമ്പാകെ ബൈബിളുമായിട്ട് സ്റ്റാൻഡ് ചെയ്യാം. ധൈര്യം. ആരെ തോപ്പിക്കാനല്ല, ജനം സത്യം അറിയണം. ഈ ജീവിതം ഇവിടം കൊണ്ട് തീരും. ഇവിടം കൊണ്ട് തീരും. ഏത് സമയവും മരണമെന്ന് നമ്മൾ വിളിക്കും. മനുഷ്യപുത്ര തിരികെ വാ. ഞാൻ നാളെയും കൂടി ഒന്ന് ആ കല്യാണം കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരാം. നോ, ഇപ്പൊ പോരാ. നാളെ അർജന്റായിട്ടൊരു ജോലി തീർക്കാൻ അത് കഴിഞ്ഞിട്ട് വരാം. നോ നോ നോ, ഇപ്പൊ അങ്ങ് പോര്. നീ പറഞ്ഞിട്ടല്ലോ നിന്നെ ആ ഭൂമിയിലേക്ക് വിട്ടത്. ഇനി നിന്നെ ഭൂമിയിൽ തിരിച്ചു വിളിക്കാനും നിന്റേതായ യാതൊന്നും വേണ്ട. കമ്മോ കഴിക്കുന്നുവെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക. എങ്കിൽ ഭൗതിക ആരോഗ്യം നന്നായിരിക്കും. കഴിക്കുന്നുവെങ്കിൽ നല്ല ആത്മീയ ഭക്ഷണം കഴിക്കുക. എങ്കിൽ ആത്മീക ആരോഗ്യം. ഇവിടെ പറയുന്ന കാര്യം ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്. ആത്മാവ്, ജലം, രക്തം. അതെന്താണെന്ന് നാം മനസ്സിലാക്കി. അത് സാധാരണ മനുഷ്യർ മനസ്സിലാക്കി ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് ചിത്രത്തിലൂടെയാണ് അത് മനസ്സിലാക്കി. ഇത് വീണ്ടും നമുക്ക് ചിത്രത്തിന്റെ മണ്ഡലത്തിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് ഇന്ന് ആ ഭാഗം ഇവിടെ പറയുന്നു. സാക്ഷ്യം പറയുന്ന ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്. ആത്മാവ്, ജലം, രക്തം. ഈ 3ന്റെ സാക്ഷ്യം ഒന്ന് തന്നെ ആയിരിക്കണം. പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ ഇത് വ്യത്യസ്തമായി കിടക്കും. ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ? വീണുപോയ മനുഷ്യന്റെ ജീവിതം. ഫാദർ വി താങ്ക് യു, ഗിവ് ഇറ്റ് ഓൾ. ഹല്ലേലൂയ. ഇത് വ്യത്യസ്തമായി കിടക്കുന്നതുകൊണ്ട് റൈറ്റ് മോഡലില് ചെയ്തെടുക്കുവാനായിട്ട് കഴിയുന്നില്ല. ഈ സ്ക്രീനിൽ കാണാം. സ്ക്രീനിൽ കണ്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇതാ നിങ്ങൾക്ക് അവിടെ കാണാം. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന 3 പേരെ നിങ്ങൾക്ക് ചിത്രത്തിലൂടെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഫാദർ, വേർഡ് ആൻഡ് ഹോളി സ്പിരിറ്റ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇനി ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന 3 പേരെ കുറിച്ചാണ് കാണുന്നത്. അതിലൊന്നാണ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ഹ്യൂമൻ സ്പിരിറ്റ്സ്. മനുഷ്യന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വരുന്നു. വേർഡ്, വചനം. പിന്നെ മനുഷ്യൻ. അപ്പോ ഈ 3 പേര്, അതായത് പരിശുദ്ധാത്മാവ്, ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. വെളിപ്പാട് 2:7 നമുക്ക് കാണാം. പല ഭാഗങ്ങളിൽ നമുക്ക് ബൈബിളിൽ ഇത് കാണാം. എടുത്തേക്കൊന്ന് വായിച്ചു. സഭയോട് പറയുന്ന കാര്യം സഭകൾക്കാണത് മനസ്സിലാകും, വല്ലാത്തവർക്കത് മനസ്സിലാകും. ദൈവരാജ്യത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞല്ലോ, വീട് ചരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. അതായത് ദൈവരാജ്യത്തിലെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ വീട്ടിൽ ചരിക്കണം. എങ്കിലേ
അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വായിച്ചാട്ടെ 2:7, വെളിപ്പാട് 2:7. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. വായിച്ചോളൂ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പറയുന്നത് ലോകത്തോടല്ല. ലോകത്തിന് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ മനസ്സിലാകത്തില്ല. ഞാനീ പറയണത് പലർക്കും ഒന്നും മനസ്സിലാകുന്നില്ല, ലോകത്തിലുള്ളവർക്ക് മനസ്സിലാകത്തില്ല. ആത്മാവ് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ആത്മമണ്ഡലത്തിൽ വീണ്ടും ജനിച്ചവനായി. അപ്പൊ ഇത് പറയുന്നത് എഫേസസിലെ സഭയോടാണ് ഇത് പറയുന്നത്. അതിന്റെ 1-ാം വാക്യം വായിച്ച്. എഫേസസിലെ സഭയുടെ ദൂതന് എഴുതുക. അപ്പൊ ശ്രദ്ധിച്ചാൽ ഇത് പറയുന്നത് സഭയോടാണ്, ലോകത്തോടല്ല. അപ്പൊ സഭയിലുള്ളവരാരാണ്? വീണ്ടും ജനിച്ചവരാണ്. ഇതാണ് യേശുക്രിസ്തു നിക്കോദിമോസ് എന്ന ആ പള്ളി പ്രമാണികളിൽ പ്രധാനിയായ വ്യക്തിയോട് പറയുന്നത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. അപ്പൊ വീണ്ടും ജനിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് വീണ്ടും ജനിക്കുക, പുതിയ സൃഷ്ടിയിൽ വീണ്ടും ജനിക്കുക. അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ല എങ്കിൽ അതും അതിലുകൊണ്ട് കളിപ്പിക്കും. ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും ഞാൻ നോക്കണം, അതിലൊക്കെ തോറ്റുപോകും. അങ്ങനെയുള്ളവർക്കൊന്നും ജീവിതകാലം മുഴുവൻ ആത്മാവിനെ കേൾക്കാൻ കഴിയും, ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കാൻ കഴിയും. അവർ കേട്ടു എന്ന് സങ്കല്പിച്ചു ഒക്കെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അതുകൊണ്ടൊന്നും അവസാനം നമുക്ക് ഗുണമാകത്തില്ല. ഹല്ലേലൂയ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിച്ചേ. അപ്പോ സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്. അതിലൊന്നാണ് ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം. ഹല്ലേലൂയ. ആ സാക്ഷ്യം സത്യമാണ്. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാകത്തില്ല, അത് മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം മനസ്സിലാകുന്നില്ല. ഓ ഫാദർ, ഐ ലവ് യു. ഫസ്റ്റ് കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 13 മുതൽ വായിച്ച്. ഫസ്റ്റ് കൊരിന്ത്യർ 2-ാം അധ്യായം 13 മുതൽ. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട്. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ. അപ്പൊ ആത്മാവ് ആരാ? ഒരു ടീച്ചറാ എന്ന് പറഞ്ഞേ. ആത്മാവ് ടീച്ചറാന്ന് പറഞ്ഞു. ആത്മാവ് ടീച്ചറാ. പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവോട് ചേർന്ന് എന്നെ പഠിപ്പിക്കുമ്പോൾ ആത്മാവ് ടീച്ചറാ. തലയാണ്, തല. മനസ്സിലായോ? ഉപദേശിക്കുക. അത് മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ഒരു മനുഷ്യന്റെ ജ്ഞാനമല്ല ഉപദേശിക്കുക. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. അപ്പൊ ആർക്കേ പറ്റുള്ളൂ ഇത്? ആത്മീയന്മാർക്ക് ഇതൊക്കെ ഈ ഫുഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവന് ദഹിക്കത്തില്ല. അല്ലാത്തവന് കൊടുക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത് ജഡികമായ ഭക്ഷണം. ദൈവം നിനക്ക് തരാൻ പോകുന്നു. സഹോദരി, നിന്റെ വിഷമം ദൈവം കാണും. നിനക്ക് ഇതാ, നീ വീട്ടിൽ ചെല്ലുമ്പോ ചില നന്മകൾ നിന്നെയും കാത്തിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അത് ജഡികമായി, അത് നിനക്ക് അത് വാക്കുകൾ, അത് മനസ്സിലാവും. പക്ഷെ ആത്മാവ് പറയുന്ന വാക്ക് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ആത്മീകർക്ക് ഇത് മനസ്സിലാവും. അവിടെ പറയാണ്, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളെ, പഠിപ്പിക്കുന്ന വചനങ്ങളെ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായി തെളിയിക്കുന്നു.
അപ്പോൾ ഭൗതിക മണ്ഡലത്തിലേക്കല്ല തെളിയിക്കാൻ പോണേ, ആത്മീയ മണ്ഡലത്തിലെ കാര്യങ്ങൾ തെളിയിക്കുന്നത്. കാണുന്നത് താൽക്കാലിക മണ്ഡലത്തിലേക്കല്ല ഫോക്കസ് ചെയ്യുന്നത്, നിത്യമായ മണ്ഡലത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ കുഴന്മാരായ ജനത്തിന്റെ കണ്ണ് മുഴുവൻ താൽക്കാലിക മണ്ഡലത്തിലേക്ക്, പക്ഷെ ഇത് നിത്യമായ മണ്ഡലത്തിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ആത്മാവ് സാക്ഷ്യം പറയുന്നുണ്ട്. ആത്മാവ് ഒരു ടീച്ചർ. ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന 3 പേരിൽ ഒരാളെ നമുക്ക് പരിചയപ്പെട്ടല്ലോ, ആത്മാവ്. ഇനി ആ ഒരു തലം, ആ ടീച്ചിങ് മുഴുവൻ തലയുടെ ടീച്ചിങ് ആണ്. തലയുടെ ടീച്ചിങ് ഇവിടെ മനസ്സിലാക്കിക്കൊള്ളുക, തലയുടെ ടീച്ചിങ് ആണ്. ഈ സെക്ഷൻ ടീച്ചിങ് മുഴുവൻ, ഈ സെക്ഷന്റെ ടീച്ചിങ് മുഴുവൻ തലയുടെ ടീച്ചിങ് ആണ്. തല, അതായത് ഏത് മനുഷ്യന്റെയും തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. ഇതിന് പകരം പറയുന്നത് ആത്മാവ് പഠിപ്പിക്കുന്ന ടീച്ചിങ് തലയുടെ ടീച്ചിങ്. തലയുടെ ടീച്ചിങ് അതെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളാം. ആത്മാവ് പഠിപ്പിക്കുന്ന ടീച്ചിങ് തലയുടെ ടീച്ചിങ്. അണ്ടർലൈൻ. യഥാർത്ഥത്തിൽ തലയ്ക്കാണ് പഠിപ്പിക്കാനുള്ള അധികാരം. ഹെഡ് ടീച്ച്. Thereby it leads and body follows. തല പഠിപ്പിക്കുന്നു, അതുവഴി ലീഡ് ചെയ്യും. ശരീരം തലയെ അനുഗമിക്കും. ശ്രദ്ധിച്ച്, തല പഠിപ്പിക്കുന്നു, ശരീരം അനുസരിക്കും. നമ്മുടെ ശരീരത്തേക്ക് തലയല്ലേ എല്ലാം ചെയ്യാൻ പറയണേ. തലയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. കൈയോട്, കയ്യെ ഇതാ നിന്റെ ചുണ്ട് വെള്ളമില്ലാതെ വരളുന്നുണ്ട്, ആ ഗ്ലാസ്സിലെ വെള്ളം കൊടുത്ത് നീ അല്പം ചുണ്ടിന് കൊടുക്കുക. എല്ലാ അവയവങ്ങൾക്കും അതൊരു അനുഗ്രഹമായി മാറട്ടെ. ഉടനെ തന്നെ കയ്യ്, ഉടനെ ബോഡി അതനുസരിച്ചു. Head leads, body follows. തല ലീഡ് ചെയ്യും, ശരീരം അനുഗമിക്കും. ഹല്ലേലൂയ. തല ഒരു ഡയറക്ടർ, ശരീരം ഒരു മാനേജർ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സിസ്റ്റം, the Father, the Word and Holy Spirit, അത് സ്വർഗത്തിൽ, and the Holy Spirit in human spirit, ഭൂമി. ഇത് ഹെഡ് സിസ്റ്റമാണ്, തലയുടെ സിസ്റ്റം. അവിടെ വരച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വരച്ചിട്ടില്ല. തലയുടെ സിസ്റ്റം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബോഡിയുടെ സിസ്റ്റം. ബോഡി താഴേക്ക് വരുന്നത് ബോഡിയുടെ ഭാഗം. ബോഡിയുടെ ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന 3. അതിൽ ആദ്യത്തെ സ്പിരിറ്റ് പറയുന്ന സാക്ഷ്യം, മനുഷ്യന്റെ ആത്മാവ് സാക്ഷ്യം പറയും. ദൈവാത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയാം, ഒരുമിച്ച്. അതാണ് പറയുന്നത്. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് ആത്മാവിൽ തുടങ്ങും. ഇത് മുഴുവൻ ഹെഡ് സിസ്റ്റം. ഇതാണ് ഒരു ഫോർവേഡ് രീതിയിൽ, റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരുവൻ സാക്ഷ്യം പറഞ്ഞാൽ, ഒരുവൻ ജീവിച്ചാൽ അവന്റെ ജീവിതമായി തീർന്നു. ഇങ്ങനെയാണ് നമ്മൾ ആയിത്തീരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഇതുകൊണ്ടാണ് റോമ 8:14 പറയുന്നത്, തലയാൽ ജീവിക്കുന്നവനാണ് ദൈവത്തിന്റെ മകൻ എന്നുള്ള രീതി. അവിടെ പറയുന്നൊരു കാര്യം, ആത്മാവാൻ നയിക്കപ്പെടുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. എടുത്തിങ്ങനെ വായിച്ചോളൂ.
ആത്മാവാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ. ദാറ്റ്സ് എ റൈറ്റ് വേ ഓഫ് ഫങ്ഷൻ. വായിച്ചു. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അതൊക്കെ സാക്ഷ്യം പറയും. നമ്മൾ മനസ്സിലാക്കിയല്ലോ. നമുക്ക് പെട്ടിന്റെ 14 വായിച്ചു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പൊ ഇവിടെ പറയാണ് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ഈ തലയുടെ സിസ്റ്റം പിന്തുടർന്ന് നമ്മൾ പോകുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഇതാണ് റൈറ്റ് വേ ഓഫ് ഫങ്ഷൻ. റൈറ്റ് വേ ഓഫ് ഫങ്ഷൻ. അപ്പൊ ആദ്യം റൈറ്റ് വേ എന്താന്ന് മനസ്സിലാക്കി. ഈ ഗോഡ് ഹെഡ് പ്രകാരം വേണം നമ്മൾ മൂവ് ചെയ്യാൻ. പക്ഷേ നമ്മൾ ഇതെല്ലാം തകർന്നു പോയി. തകർന്നു പോകാൻ ഒറ്റ കാര്യം, നമ്മളുടെ സോൾസ് നമ്മുടെ തലയെ കുറിച്ച് നമ്മളെ തെറ്റായി ധരിപ്പിച്ചിട്ട് ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള സാക്ഷ്യം നഷ്ടപ്പെട്ടു. ഹവ്വയുടെ ജീവിതത്തിൽ അതോടുകൂടെ എല്ലാം തകർന്നു. സാക്ഷ്യം നഷ്ടപ്പെട്ടു. സാക്ഷ്യം നഷ്ടപ്പെടുത്തിയ എല്ലാം തകരും. ഈ കുടുംബം കലക്കുന്ന മണ്ഡലങ്ങളൊക്കെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. പല മേഖലകളിൽ കേൾക്കാനും പല കൗൺസിൽ ചെയ്തപ്പോഴും കേൾക്കാനൊക്കെ ആയിട്ട്. ഭർത്താവിനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയോട് ഒരിക്കലും ഒരു കൂട്ടുകാരത്തി പറഞ്ഞു കൊടുത്തു, എടി നിന്റെ ഭർത്താവ് ഒരു സ്ത്രീയുമായിട്ട് പോകുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ഇടുത്തി പോലെ ആ വാക്ക് ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് വന്നു. അത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഭർത്താവിനുള്ള സാക്ഷ്യം തന്റെ ഹൃദയം നഷ്ടപ്പെട്ടു. അധികം താമസിയാതെ ഇതാ അവരുണ്ടായി. സാക്ഷ്യം നഷ്ടപ്പെട്ടു. ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം മനുഷ്യന്റെ ഹൃദയം നഷ്ടപ്പെട്ടു. അതോടുകൂടെ ഹെഡിൽ നിന്നുള്ള സപ്ലൈ അവസാനിച്ചു. നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ട കാര്യം, നിങ്ങൾ ആശുപത്രികളിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. ആശുപത്രി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പല ബെഡിന്റെ അടുക്ക് ചെല്ലുമ്പോ അവരെ IV കയറ്റുന്നു എന്ന് പറയാം. IV ഇൻട്രാവെയിനസ് എന്നാ പറയുന്നത്. IV കയറ്റുക എന്ന് പറഞ്ഞു കഴിയുമ്പോ നോർമൽ രീതിയിൽ ഭക്ഷണമോ മരുന്നോ കൊടുക്കാൻ പറ്റാതെ വരും. അവരെ മറ്റൊരു രീതിയിൽ ഭക്ഷണം, ദൈവം വെച്ചിട്ടില്ലാത്ത വേറൊരു വ്യവസ്ഥയിൽ ഭക്ഷണവും മരുന്നും അകത്ത് കയറ്റാൻ ശ്രമിക്കുകയാണ്. അത് വായിലൂടെയാണ് നമ്മള് ഭക്ഷണവും മരുന്നൊക്കെ കഴിക്കുന്നത്. ഈ വായിലൂടെ കഴിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിലോ, ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലോ പിന്നെ എന്നാ ചെയ്യും? വായിലൂടെ കൊടുത്തിട്ട് ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഏറ്റെടുക്കുന്നില്ല, എല്ലാം റിജക്ട് ചെയ്യാണ്. എന്നാ ചെയ്യും? വേറെ വഴി കണ്ടെത്തിയേ പറ്റൂ. അപ്പോഴാണ് ഈ ഇൻട്രാവീനസ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഇവിടെ പറയാണ്, ആത്മാവിന്റെ ചിന്തകൾ ഒരു പ്രാകൃത മനുഷ്യന് ഏറ്റെടുക്കാൻ പറ്റില്ല.
ഒരു വീണുപോയ മനുഷ്യന് ലോകപ്രകാരമുള്ള മനുഷ്യൻ ആത്മാവിന് ഇതളെ മനസ്സിലാകത്തില്ല. അവനത് ഭോഷത്വമാണ്. ആത്മീയമായി വിവേചിക്കേണ്ടതിനാൽ അവനത് മനസ്സിലാകുന്നില്ല. നമ്മൾ വായിച്ച ഭാഗം 2-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയുന്നില്ല. പ്രാകൃത മനുഷ്യനോട് ചേർന്ന് ആത്മാവിൽ മരിച്ച മനുഷ്യനും അതേ രൂപത്തിലാണ് ജീവിക്കുന്നത്, അവനും കഴിയുന്നില്ല. അപ്പൊ ഈ മനുഷ്യനും കൊടുക്കേണ്ട ഭക്ഷണം. അപ്പൊ ഡയറക്റ്റ് ദൈവം വെച്ച വ്യവസ്ഥയിൽ തലയിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുന്നില്ല. തലയിലൂടെ വായിലൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോ അവർക്ക് കൊടുക്കുന്ന ഇൻട്രാവേനിയസ് സിസ്റ്റമാണ്. നമ്മൾ ആശുപത്രിയിൽ ചെന്നാൽ കാണാൻ പറ്റും. നമ്മൾ പറയുന്നത് ഗ്ലൂക്കോസ് കയറ്റുകയാ. ചിലപ്പോൾ ഗ്ലൂക്കോസ് മാത്രമല്ല, പല മരുന്നുകളും കയറ്റുന്നു. ചിത്രത്തിൽ കാണിച്ചു തരാം. അപ്പോ അത് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ട കിടപ്പുണ്ട്. ഇത് ഇൻട്രാവേനസ് കീമോതെറാപ്പി ചെയ്യുന്ന സംഭവമാണ്. നോർമലി ഇൻട്രാവേനിയസ് സിസ്റ്റം ഉപയോഗിച്ച് മനുഷ്യന്റെ വായിലൂടെ ഈ മരുന്ന് ഭക്ഷണം പോകാൻ പറ്റത്തില്ല എന്ന് റിജക്ട് ചെയ്യുന്നുവെങ്കിൽ, ഇതാ കയ്യിലെ ഞരമ്പുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മരുന്നും ഗ്ലൂക്കോസ് ഭക്ഷണം നമ്മുടെ ഉള്ളില് ഡെവലപ്പ് ചെയ്ത് അത് ഗ്ലൂക്കോസ് എന്ന ഫ്യൂവലായിട്ടാണ്. ഗ്ലൂക്കോസും പ്രോട്ടീനും ഫാറ്റുമാണ്. മെയിൻലി ഗ്ലൂക്കോസ് എന്ന ഫ്യൂവലായിട്ടാണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ഗ്ലൂക്കോസ് കയറ്റും. അതാണ് നമ്മൾ പറയുന്നത്, ഗ്ലൂക്കോസ് കയറ്റും. അപ്പൊ തന്നെ മരുന്ന്, ഇത് 2 കുപ്പിയോട് ഇട്ടിരിക്കുന്നത് കാണാം. ഒന്ന് ഗ്ലൂക്കോസ് ആണെങ്കിൽ മറ്റൊന്ന് വേറെ മരുന്ന്. രണ്ടും അകത്ത് കയറ്റുകയാ. കയറ്റുന്നത് വായിലൂടെ അല്ല, ഞരമ്പിലൂടെയാണ്. എന്താ കാര്യം? ഇവന് ദൈവം വെച്ച സിസ്റ്റം വർക്ക് ചെയ്യണില്ല. വായിലൂടെ പോകുന്ന തലയിലൂടെ അകത്തേക്ക് വിടുന്ന സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് മറ്റൊരു സിസ്റ്റം വച്ചിരിക്കുക. നമ്മൾ സാധാരണ പറയാൻ ട്രിപ്പ് ഇട്ടിരിക്കുക. ട്രിപ്പ് മനസ്സിലായോ? ഇന്ന് മനുഷ്യർക്ക് ദൈവം ട്രിപ്പ് ഇട്ടിരിക്കുക. രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ട്രിപ്പ് ഇടുന്നത്. ശ്രദ്ധിച്ചേ, ആ ട്രിപ്പ് ഇട്ടിരിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ, ഈ പുസ്തകത്തിലെ അക്ഷരത്തിലൂടെയാണ് ട്രിപ്പ് ഇട്ടിരിക്കുന്നത്. നേരെ ചൊവ്വേ ദൈവാത്മാവാൻ നയിക്കപ്പെടാൻ തക്കവണ്ണമുള്ള കാലിബർ ഇവനില്ല, കപ്പാസിറ്റി ഇവനില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ ചിന്തകൾ ഇവന്റെ അകത്ത് കയറ്റണം. അതുകൊണ്ട് ബൈബിളിലെ അക്ഷരങ്ങളിലൂടെ ദൈവം മനുഷ്യന് ട്രിപ്പ് ഇട്ടിരിക്കുക. ഇൻട്രാവീനിയസ് സിസ്റ്റം കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. ആ ഇൻട്രാവിനസ് സിസ്റ്റത്തിലൂടെ മനുഷ്യർ സ്വീകരിച്ച് നേരെ ചൊവ്വ പറ്റുന്നില്ല. ഇതായിരുന്നു പഴയ നിയമം മുഴുവൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും അവരുടെ കാലം യോഹന്നാൻ വരെയാണ്. അന്നു മുതൽ ദൈവരാജ്യം സുവിശേഷം തുടങ്ങി. ഇനി നിനക്ക് ഇൻട്രാവിനസ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. ഇനി നിനക്ക്
നിന്റെ നാച്ചുറൽ സിസ്റ്റം തലയിലൂടെ സ്വീകരിക്കുക. നിന്നെ വീണ്ടും ജനിപ്പിച്ചു ഒരാത്മീകനാക്കി മാറ്റുകയാണ്. ഒരാത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ഗൂഗിളിൽ നിന്നും വിക്കിപീഡിയയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ബിങ്ങിൽ നിന്നും അല്ല ഞങ്ങൾ എടുക്കുന്നത്. ആത്മാവ്, ദൈവാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ എല്ലാവർക്കും അല്ല, ആത്മീകന്മാർക്ക്, വീണ്ടും ജനിച്ചവർക്ക്, ആത്മീകന്മാർക്ക് ആത്മീകമായിട്ട് തെളിയിക്കുന്നു. ഇതാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. അത് നിന്നെ തിരികെ തലതിരിഞ്ഞ അവസ്ഥയിൽ നിന്ന് നിന്നെ തല സ്ട്രെയിറ്റ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടു. ഇതാണ് ദൈവരാജ്യ സുവിശേഷം ചെയ്യുന്നത്. പ്രിയ മകനെ, മകളെ, നീ ഒരു സുവിശേഷകനാണ് എങ്കിൽ, നീ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, നിന്നെ കുറിച്ച് ആളുകൾ പറയണം. പൗലോസിനെ കുറിച്ച് പറഞ്ഞു, തലകീഴായി കിടക്കുന്ന ലോകത്തെ നേരെയാക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട്. Those that turned the world upside down come hither also. Hallelujah. അങ്ങനെ പറയാറുണ്ടോ? അതോ നമ്മളെ കാണുമ്പോ അയാൾ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, വല്ലതും കൊടുക്കണ്ടേ, അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെ പറയരുത്. പകരം യേശു ക്രിസ്തുവിന്റെ അതേ സെക്ഷൻ ജീവൻ കൊടുക്കുന്നവരായിട്ട് തലതിരിഞ്ഞ ലോകത്തെ നേരെയാക്കുന്ന വ്യക്തിത്വങ്ങളായി ആ ഒരു തലത്ത് നമ്മൾ അറിയപ്പെടണം. തലയിലൂടെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല, ഇൻട്രാവെനസിലൂടെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ട്രിപ്പിട്ടിരിക്കുകയാണ്, അക്ഷരത്തിലൂടെ ആയിട്ടിരിക്കുന്നത്. എത്ര ഇൻട്രാവെനസിലൂടെ പോയാലും അത് തലയിലൂടെ പോകുന്ന പോലെ ആവില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ കൊല്ലുന്ന അക്ഷരത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയല്ല, നിത്യം ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ശുശ്രൂഷ. അതിലേക്കാണ് ദൈവം നമ്മളെ തിരിപ്പിക്കുന്നത്. ലോ ഓഫ് ദ സ്പിരിറ്റ്. വായിച്ചേ അപ്പോസ്തലപ്രവൃത്തി 17 അപ്പോസ്തലപ്രവൃത്തി 17 തെസ്സലോനിക്ക ഭാഗങ്ങളിൽ പൗലോസും കൂട്ടരും സുവിശേഷം അറിയിച്ച് മുന്നോട്ടേക്ക് പോവുക. അപ്പോ യഹൂദന്മാർക്കാണ് ഈ പ്രശ്നം. ഇന്ന് ക്രിസ്ത്യാനികൾക്കുള്ള പ്രശ്നം പോലെ അന്ന് യഹൂദന്മാർക്കായിരുന്നു പ്രശ്നം. ഓക്കെ, അവര് പൗലോസിന്റെ നേരെ ദൂഷണം പറയാൻ തുടങ്ങി. എന്നിട്ട് അവർ ചെയ്തൊരു കാര്യം, അതിന്റെ 17:5 വായിച്ചു. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ടു. ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവർ ഇവിടെയും എത്തി. ശ്രദ്ധിച്ചാട്ടെ, അവിടെ പറയാണ് യഹൂദന്മാര് അസൂയയാണ് അവർക്ക് അസൂയ പോകും. അപ്പോ അതായത് പൗലോസിന്റെ വാക്കുകൾ കേട്ടപ്പോ ജനം പൗലോസിന്റെ കൂടെ പോകാൻ തുടങ്ങി. അതിന് തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്, പലരും അവരുടെ കൂടെ ചേർന്നപ്പോ അവർക്ക് അസൂയ കൊണ്ട് അവരുടെ വരുമാനം ഇന്ന് പോവാം. അവിടെ എഴുതിയിരിക്കുകയാണ് അതിന്റെ 3-4 വാക്യങ്ങൾ. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടേയിരുന്നു. അത് യഹൂദന്മാർ യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നില്ല, വേറൊരു മനുഷ്യനെ അംഗീകരിക്കുന്നുള്ളൂ. യേശു ആണ് ക്രിസ്തു, മിശിഹ എന്ന് അംഗീകരിക്കുന്നില്ല, വേറെ മനുഷ്യരെന്ന് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ.
പക്ഷെ അന്ന് അപ്പോസ്തലന്മാർ ചെയ്തുകൊണ്ടിരുന്നത് ഇത് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് മിശിഹ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ഇന്ന് വ്യത്യസ്തമാണ്. യേശു ക്രിസ്തു ആണ് പിതാവായ ദൈവം, അല്ലെങ്കിൽ ഏകസത്യ ദൈവം എന്നാണ് ഇന്ന് ക്രിസ്ത്യാനികൾ തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ അതൊന്നും ആവശ്യപ്പെട്ടില്ല നമ്മളോട്. ആവശ്യമില്ലാത്ത ഭാഗങ്ങളിലേക്ക് പോകാതെ യേശു തന്നെയാണോ പറഞ്ഞത് അത് വിശ്വസിക്കും. ഓക്കെ, അപ്പോ അന്ന് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടം മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു. പൗലോസിനോട് ശീലാസിനോട് ചേർന്നു. ഇത് തന്നെ പ്രശ്നം. പൗലോസിനോട് ശീലാസിനോടും ചേർന്ന് കഴിഞ്ഞപ്പോ യഹൂദന്മാർക്ക് സഹിക്കാൻ വയ്യ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അവരുടെ കൂട്ടത്തിൽ പോയി, സഹിക്കാൻ വയ്യ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഓടിക്കണമെന്ന് അതിനു വേണ്ടിയാണ് അവിടെ വിളിച്ചു പറയുന്ന രംഗമാണ് യഹൂദന്മാരെ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹം ഉണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെ എത്തി എന്ന ഭാഗം ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: These that have turned the world upside down are come hither also. ലോകത്തെ തലകീഴായി മറിച്ചവർ ഇവിടെയും വന്നിട്ടുണ്ട്. ലോകത്തെ തലകീഴായി മറിച്ചു. കാരണം അവരുടെ ശുശ്രൂഷ അനുഭവിച്ചു കഴിഞ്ഞപ്പോ ഇതുവരെയും ഒരു ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിന്ന ജാതികളുടേതായ ആരാധനക്രമം മാറി പകരം ദൈവം തന്നെ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളുടെ തലയായി നിങ്ങളെ ജീവിച്ച് ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവരാജ്യം അവകാശമാക്കാനാണ് ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്നത്. ഇതാ നിങ്ങളാണ് ഈ സർവമണ്ഡലത്തെയും ദൈവരാജ്യ സുവിശേഷ പ്രകാരം നിങ്ങളാണ് തുടർന്ന് ശുശ്രൂഷ അനുഭവിക്കേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ ജനത്തിന്റെ ചിന്തകൾ നേരെയാണ്. അവരോട് പറഞ്ഞു, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഇത് പറഞ്ഞപ്പോ അക്ഷരത്താൽ നയിക്കപ്പെടുന്നവരല്ല, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ ചിന്ത നേരെ റൈറ്റായി. ഇനി ഞങ്ങൾ അക്ഷരം കൊണ്ടല്ല പോകേണ്ടത്, അക്ഷരത്തെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ നയിക്കപ്പെടേണ്ടത് ആത്മാവിനാലാ, ദൈവാത്മാവിനാല. അപ്പൊ അവരുടെ തല ക്ലിയറായി. പക്ഷെ ഇത് തല ക്ലിയർ ആകുന്നതിന് മുമ്പ് അവർക്ക് കൊടുത്ത സിസ്റ്റമാണ് ഇൻട്രാവെനസ് സിസ്റ്റം. IV കയറ്റുകയാണ്, ഗ്ലൂക്കോസ് കയറ്റുകയാ, ട്രിപ്പ് ഇടുകയാ, മരുന്ന് കയറ്റുന്നത് ആത്മാവിൽ നിന്ന് ദേഹിയിലേക്കല്ല, ശരീരത്തിന്റെ പുറത്തു നിന്ന് ശരീരത്തിലൂടെ ദേഹിയിലേക്ക് കയറ്റാൻ ശ്രമിക്കുക. റിവേഴ്സ് ഓൺ. ട്രിപ്പ് ഇടുക എന്ന വ്യത്യാസം. മറ്റേ ദൈവം വെച്ച നാച്ചുറൽ അവസ്ഥയിലൂടെ തലയിലുള്ള വായിലൂടെയാണ് മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഇത് അങ്ങനെ കയറാതെ വരുമ്പോൾ വേറൊരു സിസ്റ്റത്തിലൂടെ കയറ്റി വിടുകയാണ്. വെയിനിലൂടെ പുറത്തിട്ട് വെയിനിലൂടെ ഇഞ്ചക്ഷന്റെ നീഡിൽ കയറ്റി അതിലൂടെ കയറ്റാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരാത്മീകനാണെങ്കിൽ അവിടെ പറയുന്നല്ലോ, അവൻ ആത്മാവിനെ ഉപദേശിക്കാൻ പറ്റും, നേരായ വഴിക്ക് അവനെ നടത്താൻ പറ്റും. അവൻ ആത്മീയനല്ലെങ്കിലോ അവൻ എങ്ങനെ നയിക്കാൻ പറ്റും? അവൻ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിലോ എങ്ങനെ നയിക്കാൻ പറ്റും? അപ്പോഴും ദൈവത്തിന് അവനെ നയിക്കണം. അപ്പോഴാണ് ഇതാ പുറത്ത് ഇൻട്രാവീന സിസ്റ്റം കൊടുത്തത്. നിന്റെ വചനം എന്റെ പാതയ്ക്ക് ദീപമാണ്, എന്റെ കാലുകൾക്ക് അത് പ്രകാശമാണ്. ഇൻട്രാവീന സിസ്റ്റം. മനസ്സിലായോ? അക്ഷരങ്ങൾ കൊടുത്തത്, വചനം കൊടുത്തത്, ഈ ബൈബിൾ കൊടുത്തത്, അത് നമ്മൾ കേട്ട് ചെയ്യേണ്ടതല്ല, അത് നമ്മൾ വായിച്ച് ചെയ്യേണ്ടതാണ്. ഇൻട്രാവെനസ് സിസ്റ്റം വായിച്ച് ചെയ്യണം. എന്നാൽ ദൈവം വെച്ച റൈറ്റ് സിസ്റ്റം, തലയിൽ നിന്ന് തരുന്ന സിസ്റ്റം കേട്ട് ചെയ്യണം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, പഴയ നിയമത്തിൽ പറയുന്ന കാര്യം യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ. വായിച്ചു നോക്കിയിട്ട്
അതിലുള്ള ചിന്തകൾ ഈ കണ്ണിലൂടെ കേട്ടിട്ട് അതിലുള്ള ചിന്തകൾ ഈ ചെവിയിലൂടെ എന്റെ മനസ്സിൽ വരണം. മനസ്സിൽ വരുന്നതിന് മുമ്പ് അതിന്റെ ബ്രെയിനിൽ വരണം. ബ്രെയിനിൽ നിന്ന് അതിന്റെ മനസ്സിൽ വരണം. മനസ്സിൽ നിന്ന് അതിന്റെ സബ് കോൺഷ്യസ് മനസ്സിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് വരണം. അവിടെ വന്ന് അതിന്റെ മൈൻഡ് സെറ്റായി മാറണം. വരുന്നുണ്ടോ? എല്ലാം പുറത്തുനിന്ന് വരുന്നു. ഇൻട്രാവിനസ് പുറത്തുനിന്ന് വരിക. അത് വായിച്ചാണ് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു. എന്നാൽ കർത്താവ് വന്നപ്പോ വായിച്ച് നോക്കുന്ന പരിപാടിയിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ കേട്ട് ചെയ്യുക. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് വായിച്ചു നോക്കട്ടെ എന്നല്ല, ചെവിയുള്ളവൻ കേൾക്കട്ടെ. സിസ്റ്റം മാറിപ്പോയി. അപ്പൊ ഭൂമിയിൽ സാക്ഷ്യം പറയുന്നതിൽ രണ്ടാമത്തവനാണ് ജലം, ഈ വചനം, ഈ ബൈബിളിലൂടെ ദൈവം തന്ന വചനം, അക്ഷരത്തിലൂടെ തന്ന വചനം. ഇത് ദൈവത്തിന്റെ പ്യുവർ മിൽക്കാണ്. അക്ഷരത്തെറ്റുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ഒഴിച്ചു. പക്ഷെ അപ്പോഴപ്പോഴുള്ള വചനം ലോഗോസ് ആണ്, റെക്കോർഡഡ് ആണ്. ഇത് നോക്കി നമുക്ക് വഴികളെ, നമ്മുടെ ട്രാക്കിനെ ഉറപ്പിക്കും. ഗ്ലോറി. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ആ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓ ഫാദർ, വി താങ്ക് യു. അപ്പോ ഈ ഒരു സിസ്റ്റം ഇന്ന് നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളെ നിലനിർത്തണം. ഏതെങ്കിലും രീതിയിൽ നമ്മൾ നിലനിർത്തണം. അതായത് അകത്തുനിന്നുള്ള സിസ്റ്റം, തലയിലൂടെ കൊടുക്കുന്ന സിസ്റ്റം റെഡി ആകുന്നത് വരെ ഈ ട്രിപ്പ് ഇട്ടിട്ട് ഇൻട്രാവെനസ് സിസ്റ്റത്തിലൂടെ സംഭവം മരുന്നും ഫുഡൊക്കെ അകത്ത് കയറ്റണം. പിടുത്തം കിട്ടിയോ? ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഇൻട്രാവെനസ് സിസ്റ്റമാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും. അക്ഷരത്തിലൂടെയാണ് അത് തരുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ന്യായപ്രമാണം എന്തിന്? ബ്രദറെ ഈ വ്യക്തിക്ക് എന്താ ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നേ? ഈ ട്രിപ്പിലൂടെയാണോ ഗ്ലൂക്കോസ് കൊടുക്കുന്നത്? അതിന് ഭക്ഷണം കഴിച്ച് ഗ്ലൂക്കോസ് ആക്കി കൂടെ? നമ്മളൊക്കെ ചോറുണ്ണുമ്പോൾ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നുണ്ട്. മോനെ അതെ, ഈ വ്യക്തിക്ക് ആ വായിലൂടെ ഭക്ഷണം കൊടുത്താൽ ഒന്നും എടുക്കുന്നില്ല, ശബ്ദിച്ചു കളയുക, ഏൽക്കുന്നില്ല. മരുന്ന് വായിലൂടെ കൊടുത്തിട്ട് റിജക്ട് ചെയ്യുക, ബോഡി അത് എടുക്കുന്നില്ല. ആണോ? അതുകൊണ്ടാണ് അത് ബോഡി എടുക്കുന്നത് വരെ, അത് ശരിയാവുന്നത് വരെ ഇപ്പൊ നമ്മള് ഈ ഇങ്ങനെ ഇൻട്രാവീനസ് സിസ്റ്റം ട്രിപ്പ് ഇട്ടിരിക്കുക. ആണോ? അപ്പൊ ഈ ന്യായപ്രമാണം എന്തിനാ? ഇതേപോലെ തന്നെയാണ്. വാഗ്ദത്തം ലഭിച്ച സന്തതി വന്ന് തലയിലൂടെ വായിലൂടെ ഫുഡെടുക്കുന്ന ആ സമയമാകുന്നത് വരെ പിടുത്തം കിട്ടിയ വാഗ്ദത്തം ലഭിച്ച സന്തതി, വലിയ ഡോക്ടർ സ്വർഗത്തിൽ നിന്ന് വരുന്നുണ്ട്, യേശുക്രിസ്തു വാഗ്ദത്ത സന്തതി വന്ന് കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവോളം ഈ ഇൻട്രാവീനസ് സിസ്റ്റം വേണം. ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്ത സന്തതി വരുന്നത് വരെ അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തത്. ഈ ലംഘനങ്ങൾ ആ ദൈവത്തിന് അകറ്റിയത്, തലയുടെ സിസ്റ്റത്തിൽ നിന്ന് അകറ്റിയത്.
അത് നിമിത്തം കൂട്ടിച്ചേർത്ത് ആ വാഗ്ദത്ത സന്തതി വന്നിട്ട് ലംഘനങ്ങൾക്ക് പരിഹാരം ചെയ്ത് വീണ്ടും തലയുടെ സിസ്റ്റം റീസ്റ്റോർ ചെയ്യും. അങ്ങനെ റീസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പിശാചിനും അവന്റെ ആളുകൾക്കും അവന്റെ കുണ്ടത്തിനൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. അങ്ങനെ റീസ്റ്റോർ ചെയ്യാൻ വന്നവനെയൊക്കെ എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കാൻ വേണ്ടി പിശാച് യഹൂദന്മാരെ ഇളക്കിയതുപോലെ ക്രിസ്ത്യാനികളെ ഇളക്കി, അവരെ ഇളക്കി, ഇവരെ ഇളക്കി, ദുരുപദേശം മുദ്ര കുത്തി ഏതെങ്കിലും രീതിയിൽ ഇവന്റെ വോട്ടിങ്ങട്ടെ, ഇവനെ കൊന്നാലും വേണ്ടൂല, ഇവരെ കൊന്ന് നശിപ്പിച്ച് കളയാ, കള്ളനായ ബറബ്ബാസിനെ വിട്ടാലും വേണ്ടൂല, ഇവനെ എങ്ങനെയെങ്കിലും വോട്ടിങ്ങി പോട്ടെ. വല്ലോ മനസ്സിലായ ഇവൻ ഒട്ടിങ്ങി പോട്ടെ, ആ കള്ളം പുറത്തിറങ്ങി ഞങ്ങളുടെ നാട് കുട്ടിച്ചോറാക്കിയാലും വേണ്ടില്ല. ഇവനെ ഞങ്ങളെ ഇൻട്രാവീനസ് സിസ്റ്റത്തെ മാറ്റിയിട്ട് സിസ്റ്റം നേരെയാക്കാൻ വന്നേക്കുവാ എന്നൊന്നും അവർക്ക് ബോധമൊന്നുമില്ല. അവരുടെ ചിന്തയിൽ എന്താ പ്രശ്നം എന്നറിയാമോ? ഞങ്ങളുടെ വരായിക മുട്ടി, അതുകൊണ്ട് ഈ ജനത്തെ അങ്ങ് ഇളക്കിയിട്ട് ഇവര് ദുരുപദേശകരെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സന്ദേശം ആരും കേൾക്കാൻ പോകുന്നില്ല. നമുക്ക് പിന്നെ ഇഷ്ടംമാരെ ആളുകളുണ്ട്, അയാളെ ഇങ്ങോട്ട് പിടിക്കുക, ഇയാളെ ഇങ്ങോട്ടേക്ക് പിടിക്കുക, ഞങ്ങൾ പ്രസംഗിക്കാൻ അവസരം തരാം, നീ ഇങ്ങോട്ട് വാ, നിനക്കും തരാം, എടി മോളെ നീ ഇവിടെ വാ, നിനക്കും പ്രസംഗിക്കാൻ അവസരം തരാം, നീ ഇങ്ങ വാ. നീ ഇങ്ങ പോന്നു കഴിഞ്ഞാൽ നിന്നെ കണ്ട് പലരും അവിടെ നിന്ന് പോകുന്നു. എങ്ങനെയെങ്കിലും ഇയാളുടെ സാക്ഷ്യം ഒന്നങ്ങ് നഷ്ടപ്പെടുത്തി പിന്നെ അവിടെ അങ്ങ് നിൽക്കത്തില്ല. ആരൊക്കെ പിൻവാതിൽ വഴി ഒളിച്ചു. പിന്നെ മക്കളെ, നിങ്ങൾ ആരും നശിച്ചു പോകരുത്. എപ്പോഴും സത്യവചനത്തിൽ മാത്രം നിലകൊള്ളുക. സത്യവചനത്തിൽ മാത്രം നിലകൊള്ളുക. ഡെമത്രിയോസ് തട്ടാന്റെ നയമാണ് ഇന്ന് ക്രിസ്തീയ ദൈവദാസന്മാരിൽ പലരും എടുത്തിരിക്കുന്നത്. സത്യം വരുമ്പോ നിങ്ങളുടെ വരായിക നഷ്ടപ്പെട്ടു പോകും. വരായിക നഷ്ടപ്പെടുന്ന അവർ പറയത്തില്ല, അവർ പറയും ഞങ്ങളുടെ ദേവിയുടെ മഹത്വം പോകും, ഞങ്ങളുടെ ക്രിസ്തുവിന് ഇയാൾ എന്തൊക്കെയാ പറയണേ. കുഞ്ഞെ, നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ജീവൻ ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആളായി ഞാൻ. അതുകൊണ്ടാ ക്രിസ്തുവിന്റെ വചനം ആസ് ഇറ്റ് ഈസ് ഒരു കറയും കൂടെ വിളിച്ചു പറയണം. ധൈര്യമുണ്ടോ അങ്ങനെ വിളിച്ചു പറയാൻ? ധൈര്യമുണ്ടോ? യോഹന്നാൻ 17:3 വിളിച്ചു പറയാൻ ധൈര്യമുണ്ടോ? അത് ആര് പറഞ്ഞാന്നറിയാമോ? എന്റെ യേശു പറഞ്ഞു. ഞാനത് അങ്ങനെ തന്നെ വിളിച്ചു പറയും. അത് ഞാനല്ല പറഞ്ഞത്, യേശു പറയില്ല. കൊരിന്ത്യർ 8:5-6 വിളിച്ചു പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. എന്തേ നിങ്ങൾക്ക് ധൈര്യമില്ലാത്ത? കൊരിന്ത്യർ 11:3 വിളിച്ചു പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. എന്തുകൊണ്ട് ധൈര്യമില്ലാത്ത? ഇതെല്ലാം ബൈബിളിലെ വാചകം. നിങ്ങൾ പറയുന്ന ഏത് വാക്യോ റോമ 9:5 പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. എന്താ നിങ്ങൾക്ക് ധൈര്യമില്ലാത്ത? ധൈര്യമുണ്ട്, പക്ഷെ ഇപ്പൊ ധൈര്യമില്ല. കാരണം അത് ട്രാൻസ്ലേഷൻ തെറ്റാന്ന് നിങ്ങൾക്കറിയാം. ടൈറ്റസ് 2:12-13 പറയാൻ എന്താ? എനിക്ക് ധൈര്യമുണ്ട്. ഈ ബൈബിളിലെ ഏത് വചനവും പറയാൻ എനിക്ക് ധൈര്യം ദൈവം. ഒന്ന് പറയുമ്പോൾ ഒന്നുകൊണ്ട് വെട്ടാനല്ല, അത് പറഞ്ഞ് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത വചനത്തിൽ. ശ്രദ്ധിച്ച് കേട്ടെ, മനസ്സിലാക്ക. ഇത് ജീവന്റെ വചനം, ജനം ജയം പ്രാപിക്കാനുള്ള. അപ്പോസ്തലപ്രവൃത്തി 19. അന്നത്തെ സിസ്റ്റം ഇവിടെ മനസ്സിലാക്കിക്കോളൂ. അപ്പോസ്തലന്മാർ ദൈവവചനം അറിയിച്ച് മുന്നോട്ടേക്ക് പോയ പ്രശ്നം ഉണ്ടാക്കിയാണ് അവിടെ. എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകും. അപ്പോസ്തലപ്രവൃത്തി 19:23 മുതലുള്ള വാക്യം. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ഡെമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി, പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ട് ആകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ.
ഇവിടെ പറയാണ് ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹം ഉണ്ടായി, ക്രിസ്തുവിന്റെ മാർഗത്തെ ചൊല്ലി വലിയ കലഹം ഉണ്ടായി. അപ്പോ അവിടെ തട്ടാൻ ഡെമോക്രിയോസ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തെ അവർക്ക് ആ ഈ തൊഴിൽ കൊണ്ട് വലിയ ലാഭമാണ് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്, വലിയ ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോ ദൈവത്തെ കൊണ്ട് ആദായം ഉണ്ടാക്കുന്ന മതങ്ങളാണ് അവരിലെ ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ പുള്ളിക്കാരൻ എന്താ അറിയാമോ, കമ്മിറ്റി വിളിച്ചു കൂട്ടി, തന്റെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന കാര്യം, പുരുഷന്മാരെ നമ്മുടെ സമ്പാദ്യമല്ല ഈ തൊഴിൽ കൊണ്ടാകും നിങ്ങൾ ബോധ്യമുള്ള. അപ്പൊ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ട് യഹോഭക്തി കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ദൈവഭക്തി കൊണ്ട്, ദൈവത്തിന് പകരം വരുന്നത് അലംഭാവത്തോടുള്ള ഭക്തി വലിയ ആദായ മാർഗമാണ്. നമുക്ക് വലിയ ആദായമാണല്ലോ ഈ ഭക്തി. പക്ഷേ പൗലോസ് എന്ന് പറയുന്ന ഓരോ വന്നിട്ടുണ്ട്, കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങളല്ലെന്നാ പുള്ളി പറയുന്നത്. നമ്മുടെ വരായികയായിട്ട് അവൻ ചവിട്ടിയത്. പക്ഷെ നമുക്ക് തിരിച്ച് ജനത്തിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല വരായിക പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ദേവിയുടെ കാര്യം പറഞ്ഞു, നമ്മുടെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് ഇവനെ അങ്ങ് പെട്ട, നമ്മുടെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് ഇവനെ അങ്ങ് പെട്ട എന്ന ആ തലമാണ്, പോളിസിയാണ് അവരെ ഏറ്റെടുത്തത്. അവിടെ പറയുകയാണ് ഞങ്ങളുടെ അർത്തേമീസ് ദേവിയുടെ കാര്യം എന്താകും എന്ന് അവിടെ പറയാനായിട്ട് തുടങ്ങി. അവനെ എഴുതിയിരിക്കുകയാണ്, അവരെ ഈ വാഴപ്പെട്ട വേലക്കാരെ കൂടി വരുത്തി, പുരുഷന്മാരെ നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു നിങ്ങളെ ബോധ്യമല്ലോ. എന്നാൽ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫേസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സഹോദരങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സമ്മതിപ്പിക്കാനൊക്കെ. അവരെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവര് ഞങ്ങളൊക്കെ മാറി. സത്യത്തിന് സാക്ഷി നിൽക്കാനാ ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ പോലെ സത്യത്തിന് സാക്ഷി നിൽക്കണം, പൗലോസിനെ പോലെ സത്യത്തിന് സാക്ഷി നിൽക്കാം. അവസാനം എന്തായിരിക്കും? സത്യസാക്ഷി മരിക്കും, അവർ കൊല്ലും, ആയിക്കോട്ടെ, എങ്കിലല്ലയോ ഏറ്റവും നല്ല പ്രതിഫലം വരിക. ഇവിടെ പറയാം പൗലോസൊക്കെ സമ്മതിപ്പിച്ചു പോകുന്നു എന്ന് പറയുന്നേ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ ആർത്തേമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലം ഭജിച്ചു പോരുന്ന അവരുടെ മഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. കണ്ട നമ്മുടെ ദൈവത്തിന്റെ കാര്യം എന്താകും സഹോദരങ്ങളെ? യഥാർത്ഥ വിഷയം എന്താ? നമ്മുടെ വരുമാനം. ഇതാണ് വിഷയം. പക്ഷെ വരുമാനം പോകുമെന്ന് ജനത്തോട് പറയാൻ പറ്റും. ദൈവത്തിന്റെ കാര്യം എന്താകും? ഉടനെ പറയാണ് ഈ കുരുടന്മാരായ ജനം. ഇത് കേട്ടപ്പോ ജനം ഉടനെ ആർത്തി വിളിച്ചു, നമ്മുടെ ദൈവം, നമ്മുടെ ദൈവം, നമ്മുടെ ദൈവം. ഉടനെ എഴുതിയിരിക്കുക, ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫേസ്യരുടെ ആർത്തേമീസ് മഹാദേവി എന്ന ആർത്തി പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. എന്താണ് ഈ ദൈവദാസന്മാർ പറയണമെന്നോ? ഇതൊന്നും ശ്രദ്ധിക്കാനെന്ന കാര്യം അവർക്ക് വരായികയാണ്. അവർ ജനത്തെ വാണിഭമാക്കി. നമ്മുടെ വിഷയം വരായികയല്ല, ഏതുവിധ ദൈവ വഴികളിൽ സഞ്ചരിക്കുക, അതുവഴി ദൈവരാജ്യം അവകാശമാക്കി. ഇവിടെ ഒന്നും ഭീരുക്കളാകേണ്ട ഒരാവശ്യമില്ല. ദൈവത്തിന് വചനം പറയുന്നു, ഭീരുക്കൾ പുറത്ത്. ഒരല്പസമയമേ ഉള്ളൂ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നമ്മളിവിടെ ആക്കി. ക്രിസ്തുവിലൂടെ അത് സംഭവിക്കണം. അതിനുവേണ്ടിയാ ക്രിസ്തുവിനെ തന്നത്. എന്തിനാ ക്രിസ്തുവിനെ തന്നത്? ഈ തലയുമായി കണക്ഷൻ ഉണ്ടാകാനാ, ദൈവവുമായി കണക്ഷൻ ഉണ്ടാകാനാ. ഇൻട്രാവീനസ് സിസ്റ്റത്തിൽ നിന്ന് ദ റിയൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനാണ് ക്രിസ്തുവിനെ തന്നത്. നമ്മുടെ തല ദൈവം. എങ്ങനെ? ക്രിസ്തുവിലൂടെ. God is our head through Jesus our head. കുഞ്ഞുങ്ങളെ, ഇത് വല്ലതും വിശ്വാസമായി മാറുന്നുണ്ടോ? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എന്റെ ദൈവമേ, ഇത് വിശ്വാസമായി മാറണേ. ഞാൻ ലോകത്തുനിന്ന് എങ്ങും കേട്ടിട്ടില്ല ഈ സിസ്റ്റത്തെ കുറിച്ച്. എന്റെ അകത്തുനിന്ന്, എന്റെ തലയിൽ നിന്ന് കേട്ടതാ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതൊരു ഇൻട്രാവീനസ് സിസ്റ്റമാണ്. ഇനി ആ സിസ്റ്റം നമ്മളെ നേരെ ഹെഡായ ദൈവത്തിന് കണക്ട് ചെയ്യുക. എങ്ങനെ? യേശു എന്ന ഹെഡിലൂടെ. Through Jesus, God is our head. Hallelujah. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ മുഖാന്തരം ഹെഡിനോട് അടുക്കുന്നവർക്ക് വേണ്ടി
സദാ പക്ഷവാദം ചെയ്യുവാൻ ജീവിച്ചിരിക്കുന്നവനാണ്. ഞാൻ തന്നെ വഴിയെ സത്യവും ജീവനുമാകും. എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കലെത്താം, ഹെഡുമായിട്ട് കണക്ഷൻ നടത്താം. അങ്ങനെ അവസാനം ആ പിതാവ് നിങ്ങളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും. എങ്ങനെ? എന്നിലൂടെ. ഞാനാണ് മുഖാന്തരം. മനസ്സിലാവുന്നുണ്ട്? ഈ ഒരു തലത്തിലേക്ക് വരണം. ഇച്ചിരി ഡീപ്പായി വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഇന്ന് കേട്ട 2 ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നു. അത് നേരെ നമ്മളിലേക്ക് എത്തിക്കുന്നത് വീട്ടിൽ ജനിച്ചവരിലേക്ക് അത് വരുള്ളൂ. അവരെ കുറിച്ച് ആത്മീയർ എന്ന് പറയുന്നത് അവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ആത്മാവിൽ വസിക്കുന്നു. ഇതാ അത് ഹെഡ് രൂപകരണം ചെയ്യപ്പെടുന്നു. ഹെഡ്, ഇതുകൊണ്ട് പറയും തലയെ മുറുകെ പിടിക്കാൻ. ഹെഡ് രൂപപ്പെട്ടിരിക്കുന്നു. ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് ഏത് ഭക്തിയുള്ള മനുഷ്യന്റെ കാര്യം പറയുന്നത് കേട്ടോ, അല്ലാത്തല്ല. ഇൻട്രാവീനസ് സിസ്റ്റത്തിലൂടെ, തലയിലൂടെ അല്ല കേൾക്കുന്നത്. പകരം അക്ഷരത്തിലൂടെയാണ് കേൾക്കുന്നത്. എവിടെയുള്ള അക്ഷരത്തിൽ? ന്യായപ്രമാണത്തിലെ അക്ഷരത്തിലൂടെയാണ് കേൾക്കുന്നത്. അകത്ത് കേൾക്കുന്നത് അക്ഷരം വായിച്ചു. യെശയ്യാ 34:16 പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച്, എന്താണ് വായിച്ച്, എന്താണ് വായിച്ച് നോക്കൂ. ഇനി അടുത്തേക്ക് ഒന്ന് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, വായിച്ചു നോക്കൂ. ഹല്ലേലൂയ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്. ഹല്ലേലൂയ. അപ്പൊ അത് വായിച്ചു നോക്കണം. ഇനി മത്തായി 7:24, 25, 26 വായിച്ചു കേട്ടോ. അപ്പോ ശ്രദ്ധിച്ചേ, അത് വായിച്ചു നോക്കുകയാണ്. അത് ഇൻട്രാവെനസ് സിസ്റ്റമാണ്. അപ്പൊ ഇൻട്രാവെനസ് സിസ്റ്റത്തിൽ നമ്മൾ മാറ്റം വരികയാണ്. പുതിയ നിയമത്തിലേക്ക് വരും. ഇനി കേട്ട് ചെയ്യണം. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇതാ യേശു പറയുന്നത്, എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവരൊക്കെ തലയുമായിട്ടുള്ള കണക്ഷൻ റീസ്റ്റോർ ചെയ്യപ്പെട്ടു. ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെ, അന്ന് വരെ ഇൻട്രാവെനസ് സിസ്റ്റമാണ്. എന്നാൽ അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. ഇപ്പോ റൈറ്റ് സിസ്റ്റമാണ്. തലയിൽ നിന്ന് സ്വീകരിക്കുന്ന ആത്മാവ് നയിക്കപ്പെടുന്ന സിസ്റ്റമാണ്. ആ വാക്കോട് വായിച്ചു. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. കേട്ട് ചെയ്യുക. ഒന്ന് പറഞ്ഞേ, കേട്ട് ചെയ്യുക. നേരത്തെ വായിച്ചു ചെയ്യുക, ഇപ്പോ കേട്ട് ചെയ്യുക. 2 വ്യത്യാസം. വായിച്ചു ചെയ്യുക, കേട്ട് ചെയ്യുക. അടുത്ത സന്ദേശം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്ന് വായിച്ചു ചെയ്യുക, ഇൻട്രാവെനസ് സിസ്റ്റം വായിച്ചു ചെയ്യുക. എന്നാൽ ആത്മാവിന്റെ സിസ്റ്റം, ദൈവരാജ്യ സിസ്റ്റം കേട്ട് ചെയ്യുക. ഇവിടെ പറയുന്നു, എന്റെ ഈ വചനങ്ങൾ എന്ത് ചെയ്യണം? കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. തുടർന്ന് പറയാൻ, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ, കേട്ട് ചെയ്യാത്തവൻ മണലുമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ 2 സിസ്റ്റവും നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എന്നെയും കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലും നിങ്ങളിപ്പോ എന്നിൽ നിന്ന് എടുക്കുന്നതും ഒരു ഇൻട്രാവെനസ് സിസ്റ്റം തന്നെ. പക്ഷെ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളുടെ അകത്തേക്ക് വെളിപ്പെടുന്നത് അത് ദൈവരാജ്യത്തിന്റെ സിസ്റ്റം, തലയിൽ നിന്നുള്ള സിസ്റ്റം. ഹല്ലേലൂയ. ഞാൻ ഈ കേട്ട വചനങ്ങൾ എനിക്ക് ഇൻട്രാവെനസ് സിസ്റ്റമല്ല, എനിക്ക് ദൈവരാജ്യ സിസ്റ്റമാണ്. ആത്മാവിൽ കേട്ട് ഞാൻ ചെയ്യും. പക്ഷെ എന്നിൽ നിങ്ങൾക്ക് വരുമ്പോൾ അത് സെക്കൻഡ് ഹാൻഡ്. അത് നിങ്ങൾക്ക് ഈ പ്ലാനറ്റിലെ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ അറിവാണ്. പക്ഷേ അത് നിങ്ങളെ സംബന്ധിച്ച് സെക്കൻഡ് ഹാൻഡ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവം ധ്യാനിച്ച്, ദൈവത്തിന് നന്ദി പറഞ്ഞ്, പ്രാർത്ഥിച്ച് ഏറ്റെടുക്കണം. ഏറ്റെടുത്ത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വില കൊടുക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതാ നിങ്ങൾക്ക് ഇത് സ്വർഗ്ഗത്തിലുള്ള മഞ്ഞയായി നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറ്റത്ത് ഇത് വന്ന് വീണു. ഇസ്രായേൽ മക്കൾക്ക് യാത്രയിൽ അവരുടെ വീടുമുറ്റത്ത് മഞ്ഞ, അവരുടെ യാത്രയിൽ അവരുടെ കൂടാരമുറ്റത്ത് മഞ്ഞ വീട് കിടന്നു. ദൈവം അതിനായി ദേവതയെ സഹായിക്കട്ടെ. ഇവിടെ കണ്ണുകളടയ്ക്കാം.
കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ ഓ ഫാദർ വി താങ്ക് യു താങ്ക് യു അങ്ങ് തന്ന ചിന്തകൾക്കായി ഇതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല. ഫോർവേഡ് സിസ്റ്റത്തിൽ ഞങ്ങൾ ജീവിപ്പാൻ, ദൈവം വെച്ച സിസ്റ്റത്തിൽ ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ ആഹ്വാനം ചെയ്തു. ഞങ്ങൾ ഇതുവരെ റിവേഴ്സ് സിസ്റ്റത്തിലായി. അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയില്ല. തുടർന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തരുമല്ലോ. കർത്താവേ, ഞങ്ങളെ അങ്ങ് തിരികെ കൊണ്ടുവരുന്ന ഒരു തലതിരിഞ്ഞു പോയ മനുഷ്യനെ നേരെയാക്കുന്ന ആ ദൈവരാജ്യ സുവിശേഷ ശുശ്രൂഷ പൗലോസൊക്കെ ചെയ്തു എന്നും ലോകത്തെ തലകീഴായി മറിക്കുന്നവർ ഇവിടെ വന്നു എന്നും ഒക്കെ ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങൾ വായിച്ചു. നന്ദി അപ്പ. ഇതിൽ ജീവിപ്പാൻ ഈ നാളുകളിൽ ദെമത്രിയോസ് മണ്ഡലത്തിന്റെ തട്ടിപ്പിൽ വീഴാൻ പിശാച് ദൈവത്തിന്റെ സാക്ഷ്യം ആദ്യം ഹവ്വയുടെ ഹൃദയത്തെ എടുത്തു കളഞ്ഞ അവളെ ദൈവത്തിൽ നിന്ന് അകറ്റി സ്വയത്തിലേക്ക് കൊണ്ടുവന്ന് പാവത്തിൽ കുടുക്കിയ ചതിയിൽ ഞങ്ങൾ വീണുപോകാം. ഈ നാളുകളില് ഞങ്ങളെ സത്യത്തിൽ നയിക്കുന്നത് ആരെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ മരണം ഞങ്ങൾക്ക് അങ്ങിലേക്കുള്ള ഒരു പ്രവേശന കവാടമായി തീരണമേ. അതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുക. നിന്ദിവ്യ സുവിശേഷം, സ്വർഗരാജ്യ സുവിശേഷം മാറ്റിയേ മരണത്തെ സ്വർഗവാതിലാൽ. നിന്ദിവ്യ സുവിശേഷം, സ്വർഗരാജ്യ സുവിശേഷം മാറ്റിയേ മരണത്തെ സ്വർഗവാതിലാൽ. ഉയരാണ് നീ എനിക്ക് നിത്യ ഉയരാണ് നീ എനിക്ക്. അപ്പാ, we love you, അപ്പാ. ഈ ജനത്തെ അനുഗ്രഹിക്കും. ഇവിടെ സകല ആവശ്യങ്ങളും ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ സമാധാനം രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം സർവമഹത്വം അങ്ങേക്ക് തരും. പ്രിയരെ, ഇത്രത്തോളം സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിന്റെ വലിയ കരം നമ്മോട് കൂടെ ഉണ്ട്. ബി ബോൾഡ് ഓൾവേസ്. ദൈവ വചനത്തിൽ ഉറച്ചു നിൽക്കുക. വിശുദ്ധ വേദ പുസ്തകം, ആ പുസ്തകത്തിലെ വചനം ഉറച്ചു നിൽക്കുക. ആത്മാവിന് കേൾക്കാൻ തക്കവണ്ണം വില മുടക്കുക. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. സഹനത്തിലൂടെ സഹിഷ്ണുതയിൽ കടന്നു പോവുക. നന്മ ചെയ്ത് കഷ്ട ചെയ്യുക. ദൈവം അതിലൂടെ എല്ലാം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കും. മറന്നു പോകരുത്. ദൈവരാജ്യത്തെ കുറിച്ചും പുതിയ സൃഷ്ടിയെ കുറിച്ചും പഠിപ്പിക്കുന്ന ബൈബിൾ സ്കൂളുകൾ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. യേശുക്രിസ്തു 3 വർഷക്കാലം പ്രസംഗിച്ച ഈ ദിവ്യമായ സുവിശേഷം, ആ സുവിശേഷത്തിലെ അദൃശ്യനാണ്. ഈ മനുഷ്യൻ ദൃശ്യനാണ്, മറ്റവൻ അദൃശ്യനാണ്. അദൃശ്യനായ പുതിയ മനുഷ്യൻ, പുതിയ സൃഷ്ടി. ഈ മനുഷ്യൻ മരണമുണ്ട്, മറ്റവന് മരണമില്ല. അതിലേക്ക് ദൈവം നമ്മളെ മാറ്റിക്കഴിഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ ഇന്ന് മനുഷ്യന് ഉള്ള അവസരങ്ങളില്ല. എന്നാൽ സൗജന്യമായി നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുക. വാട്സപ്പ് പോലെയുള്ള ഒരു പ്രോഗ്രാമാണ് ടെലിഗ്രാം. നിങ്ങളുടെ ഫോണിൽ ആ പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും. SVJKG ആൻഡ് NC ബൈബിൾ സ്കൂൾ അടിച്ചു കൊടുത്താൽ, ഷാജി വെമ്പനാട് ജോസഫ് KG കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് NC ന്യൂ ക്രിയേഷൻ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സൗജന്യമായി എൻറോൾ ചെയ്യാം. കൊച്ചു കൊച്ചു പാക്കറ്റുകൾ ഫുഡ് കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് 14 മിനിറ്റ് സന്ദേശങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ലഭിക്കും. ആ ചിത്രങ്ങൾ അടങ്ങിയ സന്ദേശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിലൂടെ ദൈവരാജ്യത്തെക്കുറിച്ച്, പുതിയ സൃഷ്ടിയെക്കുറിച്ച്, നിങ്ങൾ നിത്യമായി ജീവിക്കുന്ന മണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ പഠിക്കുന്ന IELTS കുറിച്ച് അതിനേക്കാളും ഒപ്പം എല്ലാ കോഴ്സുകളെക്കാളും ശ്രേഷ്ഠമായ കോഴ്സാണ്. നിത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുവാൻ ദൈവം സഹായിക്കുന്ന കോഴ്സാണ്. ഒരു പൈസയും നിങ്ങൾ മുടക്കേണ്ട, ഒരു കോളേജിൽ നിങ്ങൾ ചേരേണ്ട, ഒരു രജിസ്ട്രേഷനിലേക്കും പോകേണ്ട. നിങ്ങളെ ഞങ്ങൾ അറിയേണ്ട, നിങ്ങൾ അറിയേണ്ട. പക്ഷെ ഇതുവഴി നിങ്ങളെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് ക്രിസ്തുവിൽ അറിയുവാനായിട്ട് ഇടയാകും. നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് എന്ന് ഓർപ്പിക്കുക. ഈ സന്ദേശം മറ്റൊരു ഷെയർ കൊടുക്കാൻ മടിക്കരുത്, മറക്കരുത്. നിങ്ങളോട് കൂടി ആയിരിക്കാൻ ദൈവം സഹായിച്ച ദൈവം ഒരുക്കി ഈ സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഏവരെയും ആ ക്രിസ്തുവിലുള്ള നന്ദിയെ, ആശീർവാദത്തെ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. എപ്പോഴും നല്ല ഫുഡ് മാത്രം കഴിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങൾ, ഇത്രത്തോളം